السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور، الذي خلق 7 سماوات طباقا، ما ترى في خلق الرحمن من تفاوت، فارجع البصر هل ترى من فطور، ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. فكم في بطون الأرض بعد ظهورها، محاسينهم فيها ببال دواثر، وأنت على الدنيا مكب منافس، لحطامها فيها حريص مكاثر. رصبي هي أتدري لو عقلت تخاطر، وإن أحد يسعى لدنياه جاهدا، ويذهل عن أخراه لا شك خاسر. فجد ولا تغفل فعيشك زائل، وأنت إلى دار المنية صائر. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹത്തായ സൂറത്തുൽ മുൽക്ക് അതിൻ്റെ ഒരു പ്രാരംഭം മാത്രമാണ്
നമ്മുടെ ഈ 2 ദിവസം നാം സംസാരിച്ചു. സൂറത്തുൽ മുൽക്കിൻ്റെ 1-ാമത്തെ ആയത്ത് തന്നെ ഒരുപാട് ദിനങ്ങൾ വഅദ് പറഞ്ഞാൽ അവസാനിക്കാത്തതാണ് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നത് ചിന്തിക്കാനും പറയാനും ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആധിപത്യം പൂർണ്ണമായും ഏതൊരുവൻ്റെ കൈവശത്തിലാണോ അവൻ ഉന്നതനും മഹാനും സർവനന്മകളും ലഭ്യമാകുന്നവനും എല്ലാ മഹത്വവും ഒരുമിച്ച് കൂടിയവനുമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു. ജീവിതത്തിനു വേണ്ടിയും മരണത്തിനു വേണ്ടിയും നിങ്ങളെ പടച്ചിരിക്കുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അവൻ നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങളിൽ ആരാണ് പ്രവർത്തനം നന്നാക്കുന്നവർ എന്ന് പരീക്ഷിക്കാനാണ്. ഇന്നലെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്, ഏതായാലും ജയിക്കുമെന്ന് ഉറപ്പുള്ള അധ്യാപകനും തോൽക്കുമെന്ന് ഉറപ്പുള്ള അധ്യാപകനും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ നടത്തുന്നത് പലപ്പോഴും കുട്ടിയെ ബോധ്യപ്പെടുത്താനായിരിക്കും. പരീക്ഷയുണ്ട് എന്ന നിലക്ക് അവന് ശ്രദ്ധിക്കാനും കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്ക് പ്രചോദനം നൽകാനുമായിരിക്കും. പഠനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിരിക്കും. പരീക്ഷ നടക്കുന്നതിന് മുമ്പ് തന്നെ അധ്യാപകന് ജയിക്കുന്ന കുട്ടിയെയും തോൽക്കുന്ന കുട്ടിയെയും കുറിച്ച് ബോധമുണ്ടാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്യാപകനെ പോലെ അല്ല. അവൻ്റേത് നിഗമനങ്ങളല്ല, അവൻ്റേത് ഉറച്ച അറിവാണ്. അതിനൊരിക്കലും മാറ്റം സംഭവിക്കാത്ത വിധമുള്ള അറിവാണ്. അവന് പരീക്ഷിച്ച് നോക്കി അറിയേണ്ടതില്ല, അല്ലാതെ തന്നെ അല്ലാഹുവിന് അറിയാം. പക്ഷേ സൃഷ്ടികളെ മുഴുവനും ശരിക്കും ബോധ്യപ്പെടുത്തിയിട്ടാണ് അവൻ സൽക്കർമ്മികൾക്ക് സ്വർഗവും ദുഷ്കർമ്മികൾക്ക് നരകവും നൽകുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ശരിക്കും തൂക്കി നോക്കി അളന്നു നോക്കുന്നതിനേക്കാൾ കൃത്യമായി ഒരു കാര്യത്തിൻ്റെ വ്യത്യാസം ഗ്രഹിക്കാൻ കഴിയുക തൂക്കി നോക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വളരെ വില പിടിച്ച സ്വർണവും മറ്റും തൂക്കത്തിലാണ് കൂടുതലും കുറവും മനസ്സിലാക്കുന്നത്. ശരിക്കും തൂക്കി നോക്കി മനുഷ്യനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അവൻ വിജയവും പരാജയവും ബോധ്യപ്പെടുത്തി പ്രതിഫലവും ശിക്ഷയും പാരത്രിക ലോകത്ത് നൽകുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വലിയ വിശദീകരണം നൽകി. ചില പണ്ഡിതന്മാർ അതിന് വിവരണം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി തന്നെ പറഞ്ഞത് ഖലഖൽ മൗത, മരണത്തെ പടച്ചു എന്നാണ്.
നമ്മുടെ ബാഹ്യദൃഷ്ടിയിൽ ജീവിതമല്ലേ ആദ്യം. അപ്പോൾ അല്ലാഹു തആല ആദ്യം പറയേണ്ടത് ആ നിലക്ക് ജീവിതത്തെയല്ലേ, പക്ഷേ പറഞ്ഞത് മരണത്തെയാണ്. അതിന് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ നാം ബീജമായിരുന്നു, പിന്നീട് രക്തകഷ്ണവും മാംസകഷ്ണവുമായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ജീവൻ ഇല്ലാത്തവർ, മരിച്ചവരായിരുന്നു, അഥവാ ജീവനില്ലാത്തവരായിരുന്നു. പിന്നീടാണ് അല്ലാഹു തആല ജീവൻ നൽകിയത്. അപ്പോൾ ആദ്യം മുൻകടന്നത് ജീവിതമല്ല, മരണമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ മൗത വൽ ഹയാത്ത്, അവൻ മരണത്തെയും പടച്ചു ജീവിതത്തെയും പടച്ചു എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 4-ാമത്തെ മാസത്തിലാണ് ഒരു കുട്ടിക്ക് ജീവൻ കൊടുക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 4 മാസം വരെ കുട്ടി വയറ്റിൽ നിന്ന് അനങ്ങാറുണ്ടായിരുന്നില്ല, കാരണം ജീവൻ വെച്ചിരുന്നില്ല. അപ്പോൾ ആദ്യമുണ്ടായത് മരണമാണ്, രണ്ടാമതുണ്ടായത് ജീവൻ ആണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആദ്യം മരണത്തെ ഇവിടെ മുന്തിച്ച് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഖലഖൽ മൗത വൽ ഹയാത്ത്. വേറെ ചില പണ്ഡിതന്മാർ അതിന് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞു. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ജീവിതം ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഭൂമിയിലെ ജീവിതം ഓരോ ദിവസവും മനുഷ്യൻ കഴിഞ്ഞ് മരിച്ചിങ്ങനെ പോവാൻ. ഇനി എത്രയുണ്ട് എന്നറിയില്ല. അപ്പോൾ യഥാർത്ഥ ജീവിതം പാരത്രിക ലോകത്തുള്ള ജീവിതമാണ്. അതുകൊണ്ടാകാം അല്ലാഹു തആല ആദ്യം മരണത്തെ പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ വിവരിച്ചു. മറ്റൊന്ന്, മരണത്തിനു വേണ്ടിയും ജീവിതത്തിനു വേണ്ടിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം, മരിച്ച് ജീവിക്കാൻ വേണ്ടി, മരിച്ചതിന് ശേഷമുള്ള ജീവിതമാണല്ലോ ശരിയായ ജീവിതവും നിലനിൽക്കുന്ന ജീവിതവും. മരിച്ച് ജീവിക്കാൻ വേണ്ടി ആദ്യം മരണമാണ്, പിന്നീടാണ് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം. മാത്രവുമല്ല, ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ബോധമാണ് മനുഷ്യന് ആദ്യമായി ഉണ്ടാകേണ്ടത്. അപ്പോഴാണ് കാലകാലം സന്തോഷത്തോടെ ജീവിക്കാൻ അവസരമുണ്ടാക്കുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന് ധാരാളം വ്യാഖ്യാനങ്ങൾ നൽകി. ദുന്യാവ് ജീവിതത്തിൻ്റെയും ശേഷം മരണത്തിൻ്റെയും ലോകമാണ്. ആഖിറമോ ദാറു ജസാഇൻ വദാറു സുമ്മ ദാറു ബഖാ, പ്രതിഫലത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ജീവിതമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ലൗലാ സലാസുൻ, 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ തഅ ഇബ്നു ആദം, മനുഷ്യൻ തലകുനിക്കൂലായിരുന്നു. മനുഷ്യൻ റഅസഹു, അവൻ്റെ തലകുനിക്കുകയില്ലായിരുന്നു 3 കാര്യമില്ലെങ്കിൽ. 1 അൽ ഫഖർ, ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന ഒരു വിഷയമില്ലെങ്കിൽ മനുഷ്യൻ അഹങ്കാരിയായിപ്പോകും. വൽ മറദ്, രോഗമില്ലെങ്കിൽ മനുഷ്യന് പലപ്പോഴും ധാർഷ്ട്യമുണ്ടാകും. വൽ മൗത്ത്, മരണമില്ലെങ്കിൽ മനുഷ്യന് എന്തും ചെയ്യാൻ തോന്നും. വൈന്നഹു മഅ ദാലിക ലവസാബ്, ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ തുള്ളിച്ചാടുകയാണ്. ഇന്ന് വലിയ പണക്കാരനായ ഒരാൾ നാളെ ദരിദ്രനാകാം. ഇന്ന് ആരോഗ്യമുള്ള ഒരാൾ നാളെ ആരോഗ്യം ക്ഷയിച്ച് രോഗിയാകാം. ഇന്ന് ജീവിക്കുന്നവൻ നാളെ മയ്യിത്താകാം.
ഈ ഒരു ബോധം മനുഷ്യനുണ്ടാകുമ്പോൾ മനുഷ്യൻ നന്നായി വരേണ്ടതുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. മരണത്തെ ഒരു ആട്ടിനോട് ഉപമിച്ചുകൊണ്ട് അത് ഏത് ഭാഗത്തുകൂടി പോയാലും അതിൻ്റെ ചെറിയ വാസനയെത്തിയാൽ തന്നെ ആള് മരിച്ചു പോകുന്നു. അതുപോലുള്ള ഒരു ആട്ടിനോട് ഉദാഹരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് മറ്റൊരു പുള്ളിയുള്ള കുതിരയോട് ഉപമിച്ചു ജീവിതത്തെ, ജീവൻ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊക്കെ ഒരുക്കി അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്തിരുന്ന ഒരു കുതിരയുടെ കാല് തൊട്ട സ്ഥലത്ത് നിന്നുള്ള മണ്ണ് അവൻ നേരത്തെ എടുത്തു വെച്ചത് ഇട്ടുകൊണ്ട് അതിനെക്കൊണ്ട് ശബ്ദിപ്പിച്ചിരുന്നു. അത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നത് പോലെ. അങ്ങനെ തൊട്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ വാസനയെത്തിയാൽ ജീവനുണ്ടാകുന്ന ഒരു കുതിരയെപ്പോലെ. മഹാന്മാരായ പണ്ഡിതന്മാർ അത് ഉദാഹരണമാണെന്ന് വിലയിരുത്തിയവരുണ്ട്. അല്ല, മരണവും ജീവിതവും അതേ രൂപത്തിൽ തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ച് കാണിക്കും എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ആ ഒരു രൂപത്തിൽ മരണത്തെ ആഖിറത്തിൽ സ്വർഗത്തിൽ കടക്കേണ്ടവരെല്ലാം സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ, മരിക്കുന്നവരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ അറുത്തുകളയും, അഥവാ മരണത്തെ ഇല്ലാതെയാക്കും എന്ന് അർത്ഥം വരുന്ന റിപ്പോർട്ടുകളും നമുക്ക് കാണാം. അഥവാ മരണം തീരെ ഇല്ലാതിരിക്കുന്നൊരവസ്ഥയാണ് സ്വർഗത്തിൽ കടന്നവർക്കും നരകത്തിൽ കടന്നവർക്കും പിന്നീട് സംഭവിക്കുന്നത്. മരണം പിന്നീടില്ല, പിന്നീട് എപ്പോഴും ജീവിതം തന്നെ. ഇത് ഒരു ജീവിയുടെ രൂപത്തിൽ അല്ലാഹു തആല പടച്ചോ അല്ലെങ്കിൽ ഉദാഹരണമായി പറഞ്ഞോ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. നമുക്ക് അതിലേക്ക് കടന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മരണം അതൊരു വലിയ വിഷയമാണ്. ഈ മരണത്തെ മുന്നിൽ കണ്ട് മനുഷ്യൻ യഥാർത്ഥ ജീവിതം കെട്ടിപ്പടുക്കണം. അതിനുവേണ്ടിയാണ് മനുഷ്യന് അല്ലാഹു തആല മരണം സൃഷ്ടിച്ചിട്ടുള്ളത്, മരണത്തെക്കുറിച്ച് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്നൊരാളെ സംബന്ധിച്ച് ആളുകൾ വളരെ പുകഴ്ത്തി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ ദിക്റുഹു ലിൽ മൗത്ത്, അദ്ദേഹം മരണത്തെ ഓർക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളും സംസാരങ്ങളും എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഖലീൽ, അത് കുറച്ചേ പറയാറുള്ളൂ, കുറച്ചേ ചിന്തിക്കാറുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഫലൈസ കമാ തഖൂലൂൻ, എന്നാൽ നിങ്ങൾ പുകഴ്ത്തി പറയേണ്ടവനല്ല അദ്ദേഹം. പുകഴ്ത്തി പറയപ്പെടേണ്ട വ്യക്തി മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അതിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവനാണ് പുകഴ്ത്തി പറയേണ്ടുന്ന വ്യക്തി. മരണമാണ്, മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് സംശുദ്ധമായ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് പ്രവൃത്തി നന്നാക്കുന്നത്, അത് പരീക്ഷിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു.
ഈ അയ്യുക്കും അഹ്സനു അമല എന്ന ആയത്തിന് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അലൈഹി വസല്ലം വീണ്ടും അതേ നിസ്കാരത്തിലേക്ക് അതേ വിധത്തിൽ തന്നെ കടന്നു. നിസ്കാരത്തിൽ കടന്ന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരം അവസാനിക്കാൻ നോക്കുമ്പോൾ അവസാനത്തെ റക്അത്തിൽ അവിടുന്ന് സലാം വീട്ടി. സലാം വീട്ടിയതിന് ശേഷം 2 സുജൂദ് ചെയ്തു. അങ്ങനെ 2 സുജൂദ് ചെയ്തതിന് ശേഷം വീണ്ടും സലാം വീട്ടി. ഇങ്ങനെ സഹീഹുൽ ബുഖാരി പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചത്? വളരെ വ്യക്തമാണ്. നേരത്തെ 2 റക്അത്ത് മറന്നുപോയി. അപ്പോൾ മറന്നുപോയാൽ എന്ത് വേണം എന്ന് അവിടുന്ന് പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് കടന്ന് നിസ്കാരം പൂർത്തീകരിച്ച് അങ്ങനെ അവസാനം സഹ്വിൻ്റെ സുജൂദ് മറന്നപ്പോൾ സലാം വീട്ടിയതിന് ശേഷം സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് വീണ്ടും സലാം വീട്ടി നിസ്കാരം പൂർത്തീകരിച്ചു. അപ്പം റക്അത്ത് മറന്നാൽ എന്ത് വേണം? സഹ്വിൻ്റെ സുജൂദ് മറന്നാൽ എന്ത് വേണം? ഇതെല്ലാം ആ കർമ്മശാസ്ത്ര നിയമങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു തആല സമൂഹത്തിന് പഠിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ പുറമേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമാണ്, അനുഗ്രഹമാണല്ലോ നബിതങ്ങൾ. ഏതെങ്കിലും ഒരു പള്ളിയിലെ ഇമാമ് എപ്പോഴെങ്കിലും ഒരു റക്അത്ത് മറന്നുപോയാൽ കമ്മിറ്റിക്കാർ പിരിച്ചുവിടണ്ട, കമ്മിറ്റിക്കാർ അതിൻ്റെ പേരിൽ മുർദാബാദ് വിളിക്കണ്ട, ചീത്ത പറയണ്ട, അദ്ദേഹത്തെ നിസ്സാരപ്പെടുത്തണ്ട. മറന്നുപോയാൽ വേണ്ടതെങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഒരു റക്അത്തിൽ 2 സുജൂദ് മാത്രം എന്ന് പറഞ്ഞത് അത്തരം സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്തു സജദ, നമ്മൾ മുമ്പ് ആ സൂറത്ത് ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ആ സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ട് മഹാന്മാർ സുജൂദ് ചെയ്യുന്നതിനെ സംബന്ധിച്ചും അഹങ്കരിക്കാതെ തലകുനിക്കുന്നതിനെ സംബന്ധിച്ചും പറയുന്ന സ്ഥലമെത്തുമ്പോൾ വഹും ലാ യസ്തക്ബിറൂൻ എന്ന സ്ഥലത്തെത്തുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അത് ഇമാമിന് നിസ്കാരത്തിൽ സുജൂദ് സുന്നത്തുണ്ട്. ഇമാം സുജൂദ് ചെയ്യുമ്പോൾ മഅ്മൂമീങ്ങൾ നിർബന്ധമായും സുജൂദ് ചെയ്യണം. ഇമാം സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ മഅ്മൂമീങ്ങൾ സുജൂദ് ചെയ്യരുത്. മഅ്മൂമീങ്ങൾക്ക് അപ്പോൾ പിന്നെ സുജൂദ് ചെയ്യാൻ നിവൃത്തിയില്ല, കാരണം ഇമാം സുജൂദ് ചെയ്യുന്നില്ലല്ലോ. സുഹൃത്തുക്കളെ, അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ശരിയായ സുന്നത്തിൻ്റെ വഴിയാണ്. അപ്പോൾ ചിലപ്പോൾ നിസ്കാരത്തിൽ 2 സുജൂദ് എന്നതിന് പകരം ഒരു റക്അത്തിൽ 3 സുജൂദ് വന്നു എന്ന് വരാം. അതേ സമയത്ത് ശുക്റിൻ്റെ സുജൂദുണ്ട്. അത് തിലാവത്തിൻ്റെ സുജൂദല്ല, ഓത്തിൻ്റെ സുജൂദല്ല. ഓത്തിൻ്റെ സുജൂദല്ലാത്തതാകുമ്പോൾ നന്ദിക്ക് വേണ്ടിയുള്ള സുജൂദ്. ഒരു നിസ്കരിക്കാത്തവനെ കാണുമ്പോൾ, ഒരു മദ്യപാനിയെ കാണുമ്പോൾ, ഒരു വ്യഭിചാരിയെ കാണുമ്പോൾ, പരസ്യമായി വ്യഭിചാരം ചെയ്ത് അത് വലിയ അഭിമാനമായി പറയുന്നവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ അത് ആലിമീങ്ങളെ ചീത്ത പറയുന്നവനെ കാണുമ്പോൾ, അതുപോലെ ഉമ്മബാപ്പയെ തല്ലുന്നവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചീത്ത പറയുന്നവനെ കാണുമ്പോൾ, ഇങ്ങനെ വലിയ വലിയ തെറ്റുകളുണ്ടല്ലോ. അങ്ങനെയുള്ള തെറ്റുകൾ, നിരപരാധികളെ കൊന്നവനെ കാണുമ്പോൾ, അങ്ങനെയുള്ള വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്നവനെ കണ്ടാൽ അപ്പോൾ പഠിച്ചവനെ അല്ലാഹു തആല എന്നെ ഒരു നിസ്കരിക്കാത്തവനാക്കിയിട്ടില്ലല്ലോ, എന്നെ ഒരു മദ്യപാനിയാക്കിയിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി ശുക്റിൻ്റെ സുജൂദ് സുന്നത്തുണ്ട്. അല്ലാഹുവിന് നന്ദിക്ക് വേണ്ടി ഒരു സുജൂദ് സുന്നത്തുണ്ട്. ആ സുജൂദ് നിസ്കാരത്തിൽ നിർവഹിക്കാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ പുറത്ത് മാത്രമാണ് അത് സുന്നത്ത്. അതേസമയം ഈ തിലാവത്തിൻ്റെ സുജൂദ്, ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ അവൻ്റെ ഓത്തിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തെത്തിയാൽ അവന് സുജൂദ് ചെയ്യാം. അതുപോലെ ഇമാമിന് സുജൂദ് ചെയ്യാം. ഇമാം സുജൂദ് ചെയ്താൽ മഅ്മൂമുകൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെ സുജൂദ് ചെയ്യാം. അപ്പം സുജൂദിന് നിയമങ്ങൾ ഉണ്ട്. വെറുതെ ആർക്കും
സുജൂദ് ചെയ്യൽ അനുവദിച്ചിട്ടില്ല. അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ് തന്നെ വെറുതെ ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇരിക്കട്ടെ, ആ സുജൂദ് സൃഷ്ടികൾക്ക് തീരെ ചെയ്യാൻ പാടില്ല. ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. മഹാന്മാരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. അവിടെ കുറേ കസേര ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുന്നത്, ആ കസേര എടുത്ത് അവർക്ക് ഇട്ടുകൊടുത്തൂടെ? സഹോദരന്മാര്, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ട് കർമ്മങ്ങൾ ശരിയായ നിലക്ക് ചെയ്യുമ്പോഴാണ് ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, വസുജൂദുൽ ജഹലതി ബൈന യദൈ മശായിഖിഹിം ഹറാം. ഏതെങ്കിലും ശൈഖന്മാരുടെ മുന്നിൽ പോയിട്ട് ആരെങ്കിലും സുജൂദ് ചെയ്താൽ അത് ഹറാമാണ്. ചിലപ്പോൾ അത് കുഫറിലേക്ക് തന്നെ കൂട്ടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് സുജൂദ് കൊണ്ട് ഒരാളെയും ബഹുമാനിക്കാൻ പാടില്ല. ചില ആളുകൾ വിവരമില്ലാഞ്ഞിട്ടായിരിക്കാം മഖബറയിൽ പോയി സുജൂദ് ചെയ്യുന്നവരെ ചിലപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ കാണാൻ സാധിക്കും. അറിവുള്ളവരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയതാണ് അവരാ കടുത്ത തെറ്റ് ചെയ്യാൻ കാരണം. സുജൂദ് കൊണ്ട് ആരെയും ബഹുമാനിക്കാൻ പാടില്ല. അത് അല്ലാഹുവിനെ മാത്രമേ ബഹുമാനിക്കാൻ പാടൂ. ഏത് കർമ്മവും, കർമ്മം നന്നാക്കുന്നവനാര്, നല്ല കർമ്മം ചെയ്യുന്നവനാര്, ആ ചെയ്യുന്ന കർമ്മം ആത്മാർത്ഥമായി ചെയ്യുന്നവനാര് എന്ന പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവൻ അതിനു വേണ്ടിയാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തന്നെ നന്നാക്കുക, നല്ല പ്രവൃത്തി, ഇഖ്ലാസോടെ പ്രവർത്തിക്കുക, ഇഖ്ലാസോടെ പ്രവർത്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രവർത്തനങ്ങൾ ധാരാളം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളതാണ് നിസ്കാരം. അതുകൊണ്ട് മരിക്കുമെന്ന് ബോധമുള്ളവൻ ഒരിക്കലും നിസ്കാരം കൈയൊഴിക്കരുത്, നിസ്കാരം ഖളാ ആക്കരുത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു, ഉറക്ക് തെളിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്ർ ചൊല്ലി അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചാൽ, ഔ ദുആ, അല്ലെങ്കിൽ ഏത് ദുആ നടത്തിയാലും, ഖൈറായ കാര്യം എന്ത് ദുആ ചെയ്താലും, മുസ്തജീബ ലഹു, അവന് ഉത്തരം നൽകപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാവുന്ന ദിക്റല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇവിടെ യുഹ്യി വ യുമീതു എന്ന് ഈ റിപ്പോർട്ടിൽ ഇല്ല, അതുകൊണ്ടാണ് യുഹ്യി വ യുമീതു പറയാതിരുന്നത്. അൽഹംദുലില്ലാഹ്, അടുത്ത വാചകം അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. വസുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു തരുന്ന കഴിവുകൊണ്ടല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല, സൽക്കർമ്മം ചെയ്യാനും കഴിയില്ല. എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹത്തായ ദിക്ർ. ബാബു ഫളി മൻ തആറ മിനൽ ലൈലി ഫസല്ല, രാത്രിയിൽ ഉറക്കം തെളിഞ്ഞവരുടെ ബഹുമാനത്തിൽ പറയുന്ന അധ്യായം. ഫസല്ല, എന്നിട്ട് നിസ്കരിച്ചവരുടെ ബഹുമാനം പറയുന്ന അധ്യായം എന്നൊരധ്യായം സഹീഹുൽ ബുഖാരിയിൽ നൽകി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ അവസാനം പറയുന്നു, ഫഇൻ തവല്ലഅ, ഇനി അവൻ വുദുവെടുത്താൽ, വസല്ല, എന്നിട്ട് നിസ്കരിക്കുകയും ചെയ്താൽ,
ഖുബിലത് സലാത്തുഹു, അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലാൻ പറഞ്ഞ സമയം ഏതാണ്? ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ രാത്രി ജിദ്ദയിൽ നിന്ന് നമ്മുടെ ഈ പ്രസംഗം ശ്രവിക്കുന്ന ഒരു സ്നേഹിതൻ എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു. ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ബാബു ഫദ്ലി മൻ തആറ മിനൽ ലൈൽ, രാത്രിയിൽ ഉറക്കം തെളിഞ്ഞു. രാത്രിയിൽ ഉറക്കം തെളിഞ്ഞു. നമ്മൾ പലപ്പോഴും രാത്രിയിൽ ഇടയ്ക്ക് ഉറക്കം ഞെട്ടി തെളിയും, എന്നിട്ട് തിരിഞ്ഞൊന്ന് കിടക്കും, ഒന്ന് മറിഞ്ഞൊന്ന് കിടക്കും, അല്ലെ ചിലപ്പോൾ എഴുന്നേറ്റൊന്ന് മൂത്രമൊഴിക്കും, വീണ്ടും പോയി കിടക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? അങ്ങനെ രാത്രിയിൽ ഉറക്കം തെളിയുമ്പോൾ, തെളിയുന്ന സമയത്ത്, ആ സമയത്ത് അവന് ചൊല്ലാനുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? ഉറങ്ങുന്ന സമയത്ത് അത് മരണത്തിൻ്റെ ഒരു കൂട്ടാളിയല്ലേ ഉറക്കം. ഉറങ്ങിക്കിടന്നു നേരം വെളുക്കുമ്പോഴേക്ക് മരിച്ചത് കാണുന്നു. അങ്ങനെ പലരെയും നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത്തരം മയ്യത്തിന് നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമേ ഉറങ്ങുന്നവൻ ഏകദേശം മരിച്ചവനെ പോലെ, സുബ്ഹാനല്ലാഹ്, മരിച്ചവന് ഖബറിൽ വെച്ച് അദാബ് ലഭിക്കുന്നു, മരിച്ചവന് ഖബറിൽ വെച്ച് സന്തോഷം ലഭിക്കുന്നു. സന്തോഷം ലഭിക്കുന്നവരിൽ അല്ലാഹു സാധുക്കളായ നമ്മെയും നമ്മെ സ്നേഹിച്ചവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉറങ്ങുന്ന മനുഷ്യൻ ഉറക്കിൽ ചിലപ്പോൾ നല്ല സന്തോഷമുള്ള സ്വപ്നം കാണുന്നു. അവനാ സ്വപ്നത്തിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. ആ സന്തോഷത്തിൻ്റെ കാരണത്താൽ ചിലപ്പോൾ അവൻ്റെ സഹധർമ്മിണിയായ ഭാര്യയെ സ്വപ്നം കാണുന്നു. ആ ഭാര്യയുമായി ചിലപ്പോൾ സന്തോഷം പങ്കിടുന്നത് സ്വപ്നം കാണുന്നു. അങ്ങനെ ആ സ്വപ്നത്തിൻ്റെ കാരണത്താൽ ചിലപ്പോൾ അവന് സ്ഖലനം വരെ സംഭവിക്കുന്നു. നേരെ മറിച്ച് അതാ സന്തോഷമുള്ള സ്വപ്നത്തിൽ ഉറങ്ങുന്നവനെ അല്ലാഹു തആല പലപ്പോഴും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ, പല സന്തോഷങ്ങളും ഉറക്കിൽ അവൻ കാണുകയും അറിയുകയും ചെയ്യുന്നുവെങ്കിൽ, അതാ ഖബറിൽ കിടക്കുന്നവൻ, ആ ഖബറിൻ്റെ പുറത്ത് ഇരിക്കുന്നവനും നോക്കുന്നവനും കാണുന്നവനും അറിയാതെ ഖബറിൽ സന്തോഷം ലഭിക്കുന്നവരുണ്ട്. ഉറങ്ങുന്നവൻ്റെ സമീപത്ത് കിടക്കുന്ന ഭാര്യയോ ബന്ധപ്പെട്ടവനോ ഈ സന്തോഷം അറിയുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ. ഖബറിലുള്ള സന്തോഷവും അതാ തൊട്ടടുത്തുള്ളവൻ ഖബർ തുറന്നപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഖബറിൽ വെച്ചപ്പോൾ കാണുന്നില്ല. അവനത് അനുഭവിക്കുന്നു. ഉറക്കും അതേ മരണവും തമ്മിൽ വലിയ ബന്ധം കാണുന്നില്ലേ? അതേ സമയത്ത് ഉറങ്ങുന്നവൻ ഭീതിപ്പെടുത്തുന്ന സ്വപ്നം കാണുന്നു. വലിയ ഒരു പാമ്പ് പടമെടുത്തിങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ അതാ ഒരു വലിയ സിംഹം ചീറിപ്പാറി വന്നു, അല്ലെങ്കിൽ അക്രമിയായ മനുഷ്യൻ വാളുമെടുത്ത് വന്നു. അവൻ പേടിച്ച് വിറക്കുന്നു ഉറക്കിൽ. ചിലപ്പോൾ അവൻ നിലവിളിക്കുന്നു, നിലവിളിച്ചിട്ട് ഭാര്യ തട്ടി വിളിക്കുന്നു. എന്തിനാ കൊക്ക് വിളിക്കുന്നത്? അപ്പോഴവൻ പറയുന്നു, എൻ്റെ അടുക്കൽ ഒരു വലിയ ആന വന്നു എന്നാണ്. ഈ വാതിലടച്ച് കിടക്കുന്ന ഇവൻ്റെ അടുക്കൽ എന്താന വന്നു? പക്ഷേ അവൻ അനുഭവിക്കുകയാണ്, ആന വന്ന് കുത്തുന്നത് അനുഭവിക്കുകയാണ്. എങ്കിൽ ഖബറിലെ അദാബിനെ കുറിച്ചും ഖബറിലെ സന്തോഷത്തെക്കുറിച്ചും ഈ ഉറക്കം പാഠം നൽകുന്നില്ലയോ? ആ മരണം, ഒരു നിലക്കുള്ള മരണം, അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിൻ്റെ കൂട്ടാളിയാണ് ഉറക്കം. ആ ഉറക്കം നടക്കുമ്പോൾ, ഉറക്കിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത്, നിങ്ങൾ വുളൂവെടുത്ത് കിടക്കണേ, വുളൂ ചെയ്ത് കിടക്കണേ. ഇതൊരു മരണമല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചല്ലേ കൊണ്ടുപോയി മറമാടാറുള്ളത്? നിങ്ങളിപ്പോൾ ഒരു അരമരണത്തിനല്ലേ പോകുന്നത്? അതുകൊണ്ട് നന്നായി ബ്രഷ് ചെയ്ത്, നന്നായി വൃത്തിയായി, നന്നായി വുളൂവെടുത്ത് കിടക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപദേശം, ഒരു മരണത്തിനല്ലേ നമ്മൾ പോകുന്നത്, ഇനി എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലല്ലോ.
അതല്ലേ ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വഅമൂതു ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ബഅദക സ്വാലിഹീൻ. ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകം സുന്നത്തുള്ള ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഞാൻ എൻ്റെ ശരീരം നിന്നിലേക്ക് ഇതാ വിധേയപ്പെടുത്തി നിൽക്കുന്നു, കിടക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക, നിനക്ക് ഏൽപ്പിച്ചു തരികയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നത് എന്താണ്? നീ എന്നെ രണ്ടാമതും അതാ ഉണർത്തി ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാവൽ തരണേ. ഇനി ഇതേ ഉറക്കിൽ തന്നെ എന്നെ പിടിച്ചെടുക്കുന്നുവെങ്കിൽ നീ എനിക്ക് കാരുണ്യം ചെയ്യണേ. ഈ അർത്ഥം വരുന്ന ദിക്ർ പ്രത്യേകം സുന്നത്തുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. കാരണം അത് ഏത് ശൈത്താനിൽ നിന്നും കാവലാണ്, വലിയ കാവൽ കിട്ടേണ്ട സമയമാണത്. അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത് ഉറങ്ങുമ്പോൾ അവസാനം ഓതുന്നത് പ്രത്യേകം പുണ്യമുണ്ട്. അതുപോലെ ധാരാളം ദിക്റുകളുണ്ട്. അതിൻ്റെ ഒക്കെ പുറമേ നമ്മൾ പലപ്പോഴും പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാഹ്, ഒരു 34 അല്ലാഹു അക്ബർ, അങ്ങനെ ഒരു 100 ദിക്ർ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്ത് അക്കൗണ്ട് ക്ലോസ് ആക്കുകയാണ്. ആ സമയത്തൊരു 100 ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 1000 പ്രതിഫലം ചുരുങ്ങിയത് ലഭിക്കുന്നു. 1000 പ്രതിഫലം ലഭിക്കാൻ ഈ 100 ദിക്ർ പതിവാക്കാൻ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ബാപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് കൈമാറുന്നു. അത് കേട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, പിന്നെ ഞാൻ ഒരിക്കലും അത് കൈയൊഴിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, അവരൊക്കെയാണ് കേട്ടോ അഹ്സനുക്കും അമല. മരണവും ജീവിതവും അല്ലാഹു തആല പടച്ചിട്ടുള്ളത് ആരാണ്? ചിന്തിക്കുന്നവർ, ആരാണ് പണിയെടുക്കുന്നവർ? സദാ നിലനിൽക്കുന്ന ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാരാണ്? പണി നന്നാക്കുന്നവരാരാണ് എന്ന് പറഞ്ഞതിൽ മുന്നിൽ നിൽക്കുന്നവരാണല്ലോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അതുപോലുള്ള മഹാന്മാർ. നമ്മക്കും ചെയ്തൂടെ? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു 33 സുബ്ഹാനല്ലാഹ് വലിയ പണിയുണ്ടോ? എത്ര പെട്ടെന്ന് കഴിയും. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ, 100 ദിക്ർ. അതുപോലെ അതാ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അത്തരത്തിലുള്ള സൂറത്തുകൾ ഓതുക. ഖുൽ ഹുവല്ലാഹും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതിയിട്ട് 2 കൈയും കൂട്ടിപ്പിടിച്ച് അതിലേക്കൊന്ന് ഊതുക. അങ്ങനെ 2-3 പ്രാവശ്യം ഊതിയതിന് ശേഷം, 3 പ്രാവശ്യം ഊതിയതിന് ശേഷം അതുകൊണ്ട് ശരീരമാസകലം തടകുക. ഇത് 3 പ്രാവശ്യം ഇതേ നിലക്ക് ചെയ്യുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട മര്യാദകളാണ്. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ഒതുവോടുകൂടെ കിടക്കുക. ഭാര്യയുമായി ബന്ധപ്പെട്ട് ജനാപത്തുള്ള മനുഷ്യനാണെങ്കിൽ ആ ഭാര്യയും ഭർത്താവും അതേ മാലിന്യങ്ങൾ തൊട്ട സ്ഥലങ്ങളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കുളിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇനി അഥവാ അപ്പോൾ കുളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വധുവെടുത്ത് കിടക്കുക, വധുവോടുകൂടി കിടക്കുക. സാലിഹീങ്ങളിൽ പലരുടെയും സമീപത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മാവ് മരണസമയത്ത് ഹാജരാകുമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ സ്ഥലത്ത് ജനാപത്തോടുകൂടി കിടക്കുന്നവൻ ഉറക്കിൽ മരിക്കുന്നുവെങ്കിൽ നബി തങ്ങൾ ഹാജരാകൂല എന്ന് പറഞ്ഞതിനാൽ ഗൗരവത്തോടെ കാണുന്നത് നല്ലതാണ്. ജനാപത്തോടെ കിടക്കുന്നവൻ കഴുകേണ്ട സ്ഥലങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വധുവെടുത്ത് കിടക്കുക. ഇതൊക്കെ ഉറക്കിന് മുമ്പ് ചെയ്യേണ്ട സൽക്കർമ്മങ്ങളാണ്.
മരണം ഒരു പക്ഷേ നടക്കാവുന്ന ഒരമരണമല്ലേ ഉറക്കം. ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിത്തെളിയുമ്പോൾ അതേ ഉറങ്ങുന്ന സമയത്ത് ദിക്ർ ചൊല്ലി അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ ഓർമ്മിച്ച് കിടന്നവനല്ലേ ഉറക്കെ ഞെട്ടിത്തെളിയുമ്പോൾ അവൻ്റെ മനസ്സിൽ അല്ലാഹു തആല ഉറക്കിലും ഉണർവിലുമൊക്കെ അല്ലാഹു തന്നെ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ വജ്ജഹ്തു ഓതുന്ന സമയത്ത് പറയുന്നതല്ലേ എൻ്റെ നിസ്കാരവും എൻ്റെ ഇബാദത്തും എൻ്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹുവിനാണ്. അല്ലാഹുവിന് ശരീരം സമർപ്പിച്ച് കിടന്ന ഈ മുഅ്മിനായ മുത്തഖിയായ മനുഷ്യൻ അവൻ എഴുന്നേൽക്കുമ്പോൾ ഉറക്കെ ഞെട്ടിത്തെളിയുമ്പോൾ അവൻ്റെ നാവിൽ വരുന്നത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവല്ലാതെ ഇലാഹില്ല. എല്ലാ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും ബഹുമാനമുള്ള വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക്. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം മുഴുവനും അല്ലാഹുവിനാണ്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ്, അവന് തന്നെയാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ ദിക്ർ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹ്, ആദ്യം തന്നെ അൽഹംദുലില്ലാഹ്. നമ്മൾ മരിച്ചിട്ടില്ലല്ലോ, വർക്ക് തെളിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു കിടക്കട്ടെ. അവൻ പിന്നെയും ഉറങ്ങാനാ ഉദ്ദേശിക്കുന്നത്, അതും ചൊല്ലിയിട്ട് കിടന്നോട്ടെ. അവൻ പിന്നെയും അല്ല ഉണർന്നിങ്ങോട്ട് വരികയാണോ? അൽഹംദുലില്ലാഹ്. അവൻ ഉണർന്നു പോയി ഒളുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഖുബിലത്തു സ്വലാത്തുഹു പോരാ, അതിൻ്റെ പുറമെ ഈ ദിക്ർ ചൊല്ലിയ ഉടനെ അവൻ ആ പാതിരാ സമയത്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ അവൻ യജമാനനായ അള്ളാഹുലേക്ക് ഖൽബ് തിരിച്ച് അല്ലാഹുമ്മ ഗ്ഫിർലി, എനിക്ക് മാപ്പാക്കണേ. അവൻ്റെ മനസ്സ് ഉണർവിലും ഉറക്കിലും അള്ളാഹുവിലേക്ക്, അവൻ്റെ നാവിൽ അതാ അള്ളാഹുവിൻ്റെ ദിക്ർ ദിക്റില്ല. നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് പച്ചയായി. ആ ഉറക്ക് തെളിഞ്ഞ് ഞെട്ടിത്തെളിഞ്ഞ സമയത്തും ഉറക്കിൽ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുന്ന സമയത്തും ഒക്കെ ഉറക്ക് തെളിഞ്ഞപ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് തുടങ്ങി അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി, എൻ്റെ ദോഷം പൊറുക്കണേ. ഇനി അതിൻ്റെ പുറമെ നിങ്ങൾക്ക് എന്തും ആ സമയത്ത് ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്യുക. വുളുവെടുത്ത് വുളുവിൻ്റെ ദുആയും കൂടി നടത്തിയാൽ വളരെ ഭംഗിയായി, എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് നിസ്കരിച്ചാൽ ഖുബിലത്ത് സ്വലാത്തുഹു, ഖുബിലത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നു. അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നു. ഇത് രാത്രിയിൽ ഉറക്കം തെളിയുമ്പോൾ ചൊല്ലാനുള്ളതാണ്. സാധാരണയായി എപ്പോഴുറങ്ങിയാലും ഉറക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅ്സു വന്നുശൂർ എന്ന് പറയുന്ന ദിക്ർ എപ്പോൾ ഉറക്ക് തെളിഞ്ഞാലും ചൊല്ലുന്നത് പുണ്യമാണ്. ഇത് രാത്രിയിൽ ഉറക്കം ഞെട്ടിത്തെളിയുമ്പോഴും ഉറക്ക് തെളിയുമ്പോഴും ഒക്കെ ചൊല്ലാനുള്ള ദിക്റാണ്. സുഹൃത്തുക്കളെ, അത് വലിയ പ്രതിഫലം. അതോടുകൂടെ അവൻ നിസ്കരിച്ചാൽ ഖുബിലത്ത് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു നിങ്ങൾ പ്രത്യേകം എടുത്തു പറയാണ്. എന്താണ്? അല്ലാഹു തആല ഒരു അമല് സ്വീകരിച്ചു കിട്ടിയാൽ അതിൻ്റെ ഫലം പിന്നീട് ജീവിതത്തിലെല്ലാം കണ്ടുകൊണ്ടിരിക്കും. കാരണം അല്ലാഹു തആല ഒരു അമല് സ്വീകരിച്ചാൽ അവന് പ്രതിഫലം കൊടുക്കൂലേ? പ്രതിഫലം കൊടുക്കണമെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കണ്ടേ? സ്വർഗത്തിൽ കിടക്കാനുള്ള വഴിയിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ അവരുടെ ജീവിതത്തിന് വലിയ മാറ്റം. എന്തേ? ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണത്. നേരെ മറിച്ച് ഹജ്ജിന് ധാരാളം പോകുന്നു, തിരിച്ചു വന്നിട്ട് പണ്ടത്തേനേക്കാളും മോശമാകുന്നു.
ഉംറക്ക് ധാരാളം പോകുന്നു, തിരിച്ചു വന്നിട്ട് പണ്ടത്തേനേക്കാളും മോശമാവുന്നു. പണ്ടേ ചീത്ത പറയലാണ്, ഉംറ ചെയ്തിട്ടും ചീത്ത പറയുന്നു. പണ്ടേ പലിശയാണ്, അതെ ഹജ്ജും കഴിഞ്ഞ് വന്നിട്ടും പലിശ തന്നെ. പണ്ടേ തോന്നിയാസം പറയൽ, ഇപ്പം തോന്നിയാസം തന്നെ. പണ്ടേ എല്ലാം നാശവും ചെയ്യലും, ഇപ്പോൾ അങ്ങനെ തന്നെ. സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ അത് അറിയിക്കുന്നത്? അമല് സ്വീകരിക്കപ്പെട്ടാൽ ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. രാത്രിയിലുള്ള ഈ നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യാം. അതുപോലെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ നീണ്ട ദിക്ർ കൊണ്ടുവരാറുണ്ട്. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദ് ഖാല അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് ومن فيهن ولك الحمد لك ملك السماوات والأرض ومن فيهن ولك الحمد أنت نور السماوات والأرض ولك الحمد أنت الحق ووعدك الحق ولقاؤك حق وقولك حق والجنة حق والنار حق والنبيون حق ومحمد صلى الله عليه وسلم حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت ولا إله غيرك. ഇത് തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു നിങ്ങൾ ചൊല്ലാറുള്ള ദിക്റാണ്. അതിൻ്റെ ആകത്തുക അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹുവാണ് ആകാശഭൂമികളെല്ലാം നടത്തിക്കൊണ്ടുവരുന്നവൻ, അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നവൻ. ആകാശഭൂമികളിൽ ഉള്ളതിനെയും അവനാണ്, നിനക്കാണ് സർവസ്തുതിയും. ലക മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ ആധിപത്യവും നിനക്കാണ് അല്ലാഹ്. വമൻ ഫീഹിന്ന, ആകാശഭൂമികളിൽ ഉള്ളവരുടെയും. വലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാതി വൽ അർദ്, നീ ആകാശഭൂമികളുടെ നൂറാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനും ആകാശഭൂമികൾക്ക് എല്ലാ പ്രകാശവും നൽകുന്നവനും അല്ലാഹുവാണ്. വലക്കൽ ഹംദ് അൻതൽ ഹഖ്, നീ ഹഖാൻ, നീ സത്യമാണ്. വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദത്തം സത്യമാണ്. വലിഖാഉക ഹഖ്, നിന്നെ കണ്ടുമുട്ടുമെന്നത് ഹഖാൻ. വഖൗലുക ഹഖ്, നിന്റെ വാക്ക് ഹഖാൻ. വൽ ജന്നത്തു ഹഖ്, സ്വർഗ്ഗം ഹഖാൻ. വന്നാറു ഹഖ്, നരകം ഹഖാൻ. വന്നബിയൂന ഹഖ്, മുഴുവൻ നബിമാരും ഹഖാൻ. വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖാൻ. വസാഅതു ഹഖ്, ഖിയാമത്ത് നാൾ ഹഖാൻ. അല്ലാഹുമ്മ ലക അസ്ലംതു, നിനക്ക് തന്നെ ഞാൻ വിധേയപ്പെട്ടിരിക്കുന്നു അല്ലാഹ്. അള്ളാഹുവിനല്ലേ മനുഷ്യൻ വിധേയപ്പെടേണ്ടത്? ഇവിടെ എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന് വിധേയപ്പെട്ടില്ലേ? തെങ്ങ് അള്ളാഹുവിന് വിധേയപ്പെട്ട് അവൻ്റെ തീരുമാനമാണ്, തേങ്ങ കൊടുത്തോ. അതുകൊണ്ടല്ലേ തെങ്ങിൻ്റെ മേലെ അടക്ക കഴിക്കില്ല. അള്ളാഹുത്തല തെങ്ങിന് കൊടുത്ത നിയമം അങ്ങനെ, തേങ്ങ കൊടുക്കാനാണ്. അല്ലയോ സുഹൃത്തുക്കളെ, ചില സസ്യങ്ങൾക്ക് എരിവുള്ളത് കൊടുക്കാനാ, വേറെ ചില സസ്യങ്ങൾക്ക് മധുരമുള്ളത് കൊടുക്കാനാ. അങ്ങനെ ഓരോന്നിനും അല്ലാഹു തആല ഡ്യൂട്ടി കൊടുത്തു. അതിന് വിധേയപ്പെട്ടുകൊണ്ട് എല്ലാ സസ്യങ്ങളും എല്ലാ മൃഗങ്ങളും എല്ലാം അള്ളാഹുവിന് വിധേയപ്പെടുന്നു. മനുഷ്യൻ അവനും യുക്തിവാദി അടക്കം നിരീശ്വരവാദി അടക്കം ഒരു നിലക്ക് അള്ളാഹുവിന് വിധേയപ്പെടുന്നു. അവന് മൂക്കിൽ നിന്ന് ജലദോഷം വേണ്ടാന്ന് യുക്തിവാദി തീരുമാനിച്ചാൽ ജലദോഷം നിൽക്കുവോ? അവിടെ വിധേയപ്പെടുന്നേ നിവൃത്തിയുള്ളൂ. ഊരവേദന വേണ്ടാന്ന് യുക്തിവാദി തീരുമാനിച്ചാൽ ഊരവേദന ഇല്ലാതെയാവുമോ? അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചാൽ നടക്കുവോ? അള്ളാഹുവിന് വിധേയപ്പെടാതെ ഇവിടെ ഒന്നുമില്ല, ആരുമില്ല. എന്നാൽ ആ അല്ലാഹു തആല സന്മാർഗം കാണിച്ചു തരാൻ വേണ്ടി, അതേ നിലനിൽക്കുന്ന ജീവിതത്തിലും കൂടി രക്ഷ കിട്ടാൻ വേണ്ടി മനുഷ്യരെ ക്ഷണിക്കാൻ പറഞ്ഞേച്ച അമ്പിയാക്കൾക്ക് കൂടി വിധേയപ്പെട്ട് അവര് കൽപ്പിച്ചതുപോലെ, അവര് നിർദ്ദേശിച്ചതുപോലെ ജീവിതം നയിച്ചാൽ അവർക്കല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. അതാണ് അല്ലാഹുമ്മ ലക അസ്ലംതു, നിനക്ക് ഞാൻ വിധേയപ്പെട്ടു. അല്ലാഹു ബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വഅലൈക തവക്കൽതു, നിന്റെ മേൽ ഞാനെല്ലാം ഏൽപ്പിച്ചു. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മടങ്ങി. വബിക ഖാസംതു, ഞാൻ ഏതൊക്കെ സത്യവിരോധികളുമായി തർക്കിക്കുന്ന
തോന്നുന്നുണ്ടോ അതൊക്കെ നിന്നെ കൊണ്ടാണ് അല്ലാ, നിനക്ക് വേണ്ടിയാണ് അല്ലാ. സത്യവിരോധികളുമായി എൻ്റെ ആശയപരമായ പോരാട്ടങ്ങളും തർക്കങ്ങളുമൊക്കെ അത് നിന്നെ കൊണ്ടാണ് അല്ലാ, നിനക്ക് വേണ്ടിയാണ് അല്ലാ. വയിലേക്ക് ഹകംതു, നിന്നിലേക്ക് ഞാൻ തീരുമാനത്തിന് വിടുകയാണ് അല്ലാ. ഫഗ്ഫിർലി മാ ഖദ്ദംതു, എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ ഒന്ന് മാപ്പാക്കണേ. വമാ അഖർതു, ഞാൻ പിന്തിച്ച് ചെയ്തതും മുന്തിച്ച് ചെയ്തതും മാപ്പാക്കണേ. വമാ അസ്റർതു വമാ അലൻതു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു, പുരോഗമിപ്പിക്കുന്നവനും നീയാണ്, പിന്നോട്ടാക്കുന്നവനും നീയാണ്, എല്ലാം നീ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ആരും ആരാധനക്കില്ല എന്ന് പറയുന്ന ഈ ദിക്റും തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അധികാരം, അള്ളാഹുവിൻ്റെ ആധിപത്യം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നതിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ അധികാരം അംഗീകരിക്കാത്തവന് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കൂല. അള്ളാഹുവിൻ്റെ ആധിപത്യം അംഗീകരിക്കണം. ഈമാനുള്ളവർ അള്ളാഹുവിൻ്റെ ആധിപത്യം അംഗീകരിക്കുന്നവരാണ്. എല്ലാവരും എഴുന്നേറ്റുന്ന് ഒരു ദിക്ർ ചൊല്ലണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയലാണ് വിജയം. ഇന്ന സലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ജീവിതവും മരണവും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണെന്ന പ്രഖ്യാപനം അത് വജ്ജഹ്തുവിൽ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. സൂറത്തു തബാറക്കൽ മുൽക്ക് അതിൻ്റെ ഏറ്റവും വലിയ പ്രമേയം അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും അവൻ്റെ കഴിവിനെക്കുറിച്ചും അവനിലേക്ക് മനുഷ്യ മനസ്സ് തിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള പരാമർശങ്ങളാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, സാധാരണ പോലെ ബക്കറ്റ് കൊടുത്തേക്കും. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം, അല്ല ഇഖ്ലാസോടെ. അഹ്സനു അമല അല്ലാഹു തആല പറഞ്ഞു, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പണി നന്നാക്കുന്നവൻ, പ്രവൃത്തി നന്നാക്കുന്നവൻ, നല്ല പ്രവർത്തിക്കുന്നവനാര്? ഓരോരുത്തൻ്റെ കഴിവനുസരിച്ച് ചെയ്യുമ്പോഴാണ് നന്നാകുക, അല്ലെങ്കിൽ നന്നാവൂല. ഒരുത്തൻ്റെ കഴിവനുസരിച്ച് ചെയ്യണം, അപ്പോഴാണ് നന്നാകുക. ഇഖ്ലാസോടെ ചെയ്യണം, അല്ലാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് കൊണ്ട് തന്നെ ചെയ്യണം, ഉറപ്പിച്ച് ചെയ്യണം. അവിടെയാണ് അല്ലാഹ്. നമ്മുടെ ഒരു സഹോദരൻ രോഗശമനത്തിനും മാതാപിതാക്കളുടെ പരലോകത്തിനും വേണ്ടി 313 കുപ്പി വെള്ളം നമ്മുടെ സദസ്സിൽ വിതരണം ചെയ്യുന്നു. സംഘാടകർ അറിയിച്ചു, പേര് ഞാൻ പറയുന്നില്ല. അല്ലാഹുവേ, നീ അത് കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനോ ബന്ധപ്പെട്ടവർക്കോ ആർക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മാതാപിതാക്കളുടെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അയ്യുക്കും അഹ്സനു അമല, ആരാണ് പ്രവൃത്തി നന്നാക്കുന്നവർ? സുബ്ഹാനല്ലാഹ്. ഏത് കാര്യവും ക്ലിയറായി ചെയ്യുക, ഇഖ്ലാസോടെ അല്ലാഹുവിൻ്റെ പൊരുത്തം കരുതി ചെയ്യുക, ആളുകൾക്കിടയിൽ പേരെടുക്കാനല്ല. ഞാൻ മിനിഞ്ഞാന്ന് ഒരാളോട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മുടെ കല്ലാച്ചി പള്ളി അത് വികസിപ്പിക്കേണ്ടി വന്നു, ആളുകൾ കൂടിയിട്ട് നിസ്കരിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വികസിപ്പിക്കേണ്ടി വന്നു. ഈ പള്ളിക്കും അതേപോലെ തന്നെ അവസ്ഥ ഉണ്ടായപ്പോഴാണ് നമ്മൾ മേലെ ഒരു നിലയും കൂടി എടുത്തു. അൽഹംദുലില്ലാഹ്. അങ്ങനെ പള്ളി വികസിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. അതിന് സഹായിക്കാൻ നേരത്തെ സഹായിച്ചിരുന്ന ആളോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ടു, പലപ്പോഴും ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരു സംഖ്യ തന്നു. പക്ഷേ അത് ആ വികസനത്തിനൊരു നിലക്കും മതിയാകാത്തത് കൊണ്ട്
ഒരു 15 ലക്ഷത്തോളം ഉറുപ്പികയും കൂടി ഏകദേശം ആവശ്യമായി വന്നു. അപ്പം അതിന് നല്ല സംഭാവന ഇഖ്ലാസോടെ വന്ന് പറയണം എന്ന് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിരുന്നു. ആരും പറഞ്ഞിട്ടില്ലെന്ന് തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല, ഇനിയും ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ. പക്ഷേ എല്ലാ ദിവസത്തെയും ദുആയിൽ പങ്കെടുക്കാൻ കഴിയും, ആദ്യം തന്നെ പറഞ്ഞാലാ. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, നിങ്ങളൊരു തുടക്കം കുറിച്ചാൽ തരക്കേടില്ലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഖൈർ ചെയ്യട്ടെ. അദ്ദേഹം പറഞ്ഞു, സംഖ്യ ഞാൻ തരും, പക്ഷേ എൻ്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, പേര് പറഞ്ഞാൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല. പക്ഷേ മനസ്സിൽ പേര് പറഞ്ഞ ആളുകളെ അറിയിക്കൽ ചിന്തയാകരുത്, ജനങ്ങളെ മുന്നിൽ പേരെടുക്കൽ ചിന്തയാകരുത്. അതാ കൊടുക്കുന്നവൻ അല്ലാഹുവാണെന്ന ബിയദിഹിൽ മുൽക്ക് നല്ല ഓർമ്മ വേണം. ആധിപത്യം അല്ലാഹുവിനാണ്. ആ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം കൊടുക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സിർറൻ വഅലാനിയതൻ, രഹസ്യമായി കൊടുക്കുന്നവർക്കും പരസ്യമായി കൊടുക്കുന്നവർക്കും അല്ലാഹു തആല പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. ആ പരസ്യമായി കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളൊക്കെ നിയ്യത്തനുസരിച്ചാണ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞില്ലേ, അതാ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഖുലൂബുഹും വജില, ഹൃദയം പേടിച്ച് വിറച്ചുകൊണ്ട് കൊടുക്കുന്നവരുണ്ട്. എന്തിനാ പേടിക്കുന്നത്? അവർ പേടിക്കുന്നത് അല്ലാഹു ഇത് കബൂൽ ചെയ്യുമോ ഇല്ലേ, ഞാൻ ഈ കൊടുക്കുന്നത് റബ്ബ് സ്വീകരിക്കുമോ ഇല്ലേ, എൻ്റെ കൊടുതി അല്ലാഹുവിന് ആവശ്യമില്ലല്ലോ, അല്ലാഹു ഇത് സ്വീകരിച്ച് കിട്ടുമോ ഇല്ലേ എന്ന പേടിയാണ്. ഭർത്താവിൻ്റെ മുമ്പിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഇത് ഇഷ്ടപ്പെടുമോ എന്നൊരു ഭയമില്ലേ? അതുപോലെ തന്നെ വലിയ ഒരു മഹാന സൽക്കാരത്തിന് വിളിച്ച് സൽക്കാരം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭക്ഷണം ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയില്ലേ? ഇതുപോലെ എൻ്റെ റബ്ബ് ഇത് സ്വീകരിക്കുമോ എന്ന ഭയത്തോടു കൂടിയാണ് മുഅ്മിനീങ്ങളുടെ സദഖ. അപ്പം ഒരിക്കലും തന്നെ സദഖ കൊടുത്തവൻ ഞാൻ വലിയ കൊടുത്തവനാണെന്ന ധാരണ അവൻ്റെ മനസ്സിലുണ്ടാകരുത്. അത് ചോദിച്ച പണ്ഡിതനോ ചോദിച്ച തങ്ങളോ ചോദിച്ച കമ്മിറ്റിക്കാരനോ ഞാൻ ഇത്രയും വലിയ സംഖ്യ കൊടുത്തില്ലേ എന്നിട്ട് അയാൾ എൻ്റെ കല്യാണത്തിന് വന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അതാ പുരേ താമസിക്കും വിളിച്ചിട്ട് എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മരിച്ചിട്ട് അയാൾ കയറിയില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ധാരണയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളികൾക്കോ മദ്രസകൾക്കോ സ്ഥാപനങ്ങൾക്കോ പാവപ്പെട്ടവർക്കോ വേണ്ടി നമ്മളോട് സംഭാവന ചോദിച്ച ഒരാളോടും ഒരു പ്രതിഷേധവും അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു നന്ദി കിട്ടിയില്ല എന്ന നിലക്ക് വന്നു പോകരുതേ. കൊടുത്തത് അല്ലാഹ് അവൻ്റെ പൊരുത്തത്തിനാണ്. ഈ സംഭാവന ചോദിച്ച മുസ്ലിയാർ കല്യാണത്തിന് വരാൻ കൊടുത്തതല്ല അത്, അദ്ദേഹം വീട്ടിൽ താമസിക്കുമ്പോൾ വരാൻ കൊടുത്തതല്ല അത്, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കല്യാണ നിശ്ചയത്തിന് വരാൻ വേണ്ടി കൊടുത്തതല്ല പള്ളിക്ക് കൊടുത്തത്, അള്ളാന്റെ വീട്ടിന് വേണ്ടി കൊടുത്തതാണ്. ഇതുപോലെ സംഘടനാ പ്രവർത്തകരും ചിന്തിക്കണം. ഏത് യൂണിറ്റിലെ പ്രവർത്തകരും സെക്ടറിലെ പ്രവർത്തകരും അതേ സോണിലെ പ്രവർത്തകരും ജില്ലാ പ്രവർത്തകരും സ്റ്റേറ്റ് പ്രവർത്തകരും ഒക്കെ ചിന്തിക്കണം. നേതാക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനമെന്നൊരു തോന്നലുണ്ടാകരുത്, മറിച്ച് അവനവൻ്റെ ആഖിറത്തിന് വേണ്ടിയാണ് എൻ്റെ പ്രവർത്തനമെന്ന നിലക്ക് പ്രവർത്തിക്കണം. അപ്പോഴേ ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, അമല് നന്നാക്കിയവൻ, അല്ലാഹുവിന് വേണ്ടി ചെയ്തവൻ, അത് സദഖയാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അല്ലാഹുവിന് വേണ്ടി ചെയ്യണം. അതാണ് ഇഖ്ലാസോടെ ചെയ്യണം. സുഹൃത്തുക്കളെ, അതേപോലെ തന്നെ അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിച്ച വിധത്തിൽ ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ നിസ്കരിക്കാറുണ്ട്. അല്ലാഹു തആല നമുക്ക് കൃത്യമായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരൊറ്റ നിസ്കാരം ഖളാക്കാൻ പാടില്ല. നിസ്കാരം ഖളാക്കുന്നവൻ അല്ലാഹുമായി വല്ലാതെ അകന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വല്ലാതെ അകന്നുപോയി. അതുകൊണ്ടല്ലേ ഫവൈലുൽ ലിൽ മുസല്ലീന അല്ലദീന
ഹും അൻ സ്വലാത്തിഹിം സഹൂൻ الذين هم يراءون ويمنعون الماعون. നിസ്കാരങ്ങളാക്കുന്നവർക്ക് എല്ലാ നാശവും നരകത്തിൽ അതിഭയാനകമായ ഭാഗവും നിസ്കാരം കളാക്കുന്നവർക്കുണ്ടെന്നല്ലേ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കണേ ഉമ്മമാരെ, കൃത്യമായി നിസ്കരിക്കണേ യുവാക്കളെ, കൃത്യമായി നിസ്കരിക്കണേ കാരണവന്മാരെ. നിസ്കാരം ഒരു വിധത്തിലും ഒരിക്കലും കളാക്കിക്കൂടാ. നിസ്കരിക്കുമ്പോൾ അതതിൻ്റെ ഷർത്തും ഫർളുമൊക്കെ പാലിച്ച് നിസ്കരിക്കണം. അമല് നന്നാക്കണം. എങ്ങനെയെങ്കിലും പോരാ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞ പോലെ അവതരിപ്പിക്കണം. അപ്പം ഞാൻ പറയട്ടെ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കുക. നന്നാക്കുക, കാര്യം നന്നാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. നിസ്കരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കണം. പള്ളിയിലെ മുഅദ്ദിനീങ്ങൾ ബാങ്ക് കൊടുക്കുന്നവർ ബാങ്ക് കൊടുക്കുമ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കണം. വെറും ഒരു തോർത്ത് മുണ്ട് കൊടുത്തിട്ട് ബാങ്ക് കൊടുക്കാൻ നിൽക്കരുത്. അത് അള്ളാഹുവിൻ്റെ ദിക്റല്ലേ. ആളുകളെ മുഴുവനും പള്ളിയിലേക്ക് അള്ളാഹിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന വലിയ ഉത്തരവാദിത്വമല്ലേ ബാങ്ക് വിളി. ആ ബാങ്ക് വിളിക്കുമ്പോൾ നല്ല അന്തസ്സോടെ നല്ല അഭിമാനത്തോടെ ഒതുവൊക്കെ എടുത്ത് എന്നിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ബാങ്ക് വിളിക്കണം പള്ളിയിലെ മുഅദ്ദിനീങ്ങൾ. വെറും ഒരു തോർത്ത് എടുത്ത് ഈ തലയിൽ കെട്ടി ഒരു ലുങ്കി മുണ്ട് കൊടുത്ത് അങ്ങനെ ബാങ്ക് കൊടുത്താൽ സഹീഹാവോ ഇല്ലേ എന്നുള്ള മസാലയല്ല ഞാൻ പറയുന്നത്. അത് നന്നാക്കി ചെയ്യുക, നന്നാക്കി ചെയ്യൽ. അപ്പം നല്ല ഡ്രസ്സ് ധരിക്കണം. മഹാന്മാരൊക്കെ അങ്ങനെയല്ലേ, നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചു. അങ്ങനെ ഡ്രസ്സ് ധരിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ, ഇഖാമത്ത് വിളിക്കുമ്പോൾ, ഇമാമത്ത് നിൽക്കുമ്പോൾ അപ്പം പിന്നെ പറയണ്ട, ലീഡറാണ്. ലീഡർ എന്തായാലും നല്ല ഡ്രസ്സ് ധരിക്കണ്ടേ. മദ്രസയിൽ വരുന്ന മുഅല്ലിമീങ്ങൾ നല്ല ഡ്രസ്സ് ധരിക്കണം എന്ന് നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. നല്ല അന്തസ്സോടെ നല്ല വെള്ള വസ്ത്രം ധരിച്ച് തലേക്കെട്ടണിഞ്ഞ് നല്ല ഡ്രസ്സോടെ വരണം. അങ്ങനെ എല്ലാ സ്ഥലത്തും പുരുഷന്മാർ അവരും നല്ല ഡ്രസ്സ് ധരിക്കണം. അത് പ്രത്യേകം സുന്നത്തായി വെറുതെ പറഞ്ഞില്ല. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങളെ ഭംഗി നിങ്ങൾ കൈവശപ്പെടുത്തണം സുജൂദിൻ്റെ സ്ഥലങ്ങളിൽ, നിസ്കാരത്തിൻ്റെ സ്ഥലങ്ങളിൽ. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, അടക്കത്തോടെ ഒതുക്കത്തോടെ പോകണം. ഒക്കെ നന്നാക്കലിൻ്റെ ഭാഗമാണ്. നല്ല ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ ശ്രമിക്കണം. മറ്റുള്ള വിചാരങ്ങളൊക്കെ കയ്യിൽ നിന്ന് നമ്മൾ മനസ്സിൽ നിന്ന് കൈയൊഴിക്കണം. അങ്ങനെ നിസ്കരിക്കണം. അപ്പോഴാണ് അമല് നന്നാക്കുക എന്ന് പറഞ്ഞു. ഒന്നുകൂടി പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഔറത്താണ്. അന്യപുരുഷന്റെ മുമ്പിൽ ശരീരം മുഴുവനും ഔറത്താണ്. അൽമർഅതു ഔറത്തുൻ ഇദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പെണ്ണ് പൂർണ്ണമായും മറഞ്ഞിരിക്കേണ്ടവളാണ്. അവൾ അനാവശ്യത്തിന് പുറപ്പെട്ടു പോയാൽ ശൈത്താൻ അവളെ വെളിയിൽ കൊണ്ടുവരും. ശൈത്താൻ അവളിൽ സ്വാധീനം ചെലുത്തും. അനാവശ്യത്തിന് വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. ഉദിനലകുന്നലി ഹവായിജിക്കുന്ന, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് പുറത്തു പോകാം എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ആ ഹദീസ് വരാൻ കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി സൗദ ബീവി റളിയല്ലാഹു അൻഹാ അതാ കക്കൂസിലേക്ക് പോകുമ്പോൾ, വീട്ടിനോട് അറ്റാച്ച് ചെയ്ത് കക്കൂസില്ലാത്ത കാലമാണ്. കക്കൂസിലേക്ക് പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു, അതായ സൗദ സൗദ, നിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നീ ശരീരമൊക്കെ മറച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിലും കൂടുതൽ നീളമുള്ള സ്ത്രീയായത് കൊണ്ട് അതേ ശരീരം മറക്കണമെന്ന നിയമം വരുന്നതിന് മുമ്പ് കണ്ട് പരിചയമുള്ളതിനാൽ ആ പോക്ക് കണ്ടാൽ തന്നെ ആ പെണ്ണിനെ അറിയാൻ കഴിയുമെന്ന നിലക്ക് സൗദ ബീവിയെ വിളിച്ചു പറഞ്ഞു, ഓ സൗദ, നിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കൈഫ തഖ്റുജീന, നീ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതെങ്ങനെ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എൻ്റെ സഹോദരിമാര് ശരിക്ക് നോക്കണേ. ലിനബിലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണവും ജീവിതവും അല്ലാഹു പടച്ചത് പരീക്ഷിക്കാനാണെന്നാ പറഞ്ഞത്.
നിങ്ങൾ പെരുന്നാളിനോടനുബന്ധിച്ച് അങ്ങാടിയിൽ വിരസുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ജാഥ വരുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി പോയി നിന്ന് ആ ജാഥക്ക് സ്വീകരണം കൊടുത്ത് പിറ്റേ ദിവസം വാട്സപ്പിൽ നിങ്ങളെ ചിത്രം കാണണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് അതാ റോട്ടിൻ്റെ മേലെ പോയി നിന്ന് മുസ്ലിം സ്ത്രീകൾ ഒന്നിച്ചു നിന്നിട്ട് അവരുടെ കൂട്ടായ്മ പ്രകടിപ്പിക്കാനെന്ന നിലക്ക് ആ സ്ത്രീകളും ഇതുപോലെ അനാവശ്യത്തിന് വേണ്ടി പുറപ്പെട്ട് നിന്ന് ചിത്രത്തിൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ? അതേ വിവാഹം കഴിക്കുന്ന ദിവസം അതാ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ വീട്ടിൽ വന്ന മുസ്ലിയാരെ മുന്നിൽ പോലും ഈ പെൺകുട്ടിയെ കാണിച്ചിട്ട് ഇവളാണ് കല്യാണം കഴിക്കുന്ന പെണ്ണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരില്ലേ? അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തപ്പോൾ ആ കല്യാണ വീട്ടിൽ വെച്ച് അതാ കല്യാണം കഴിഞ്ഞിറങ്ങാൻ നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വന്നിട്ടുണ്ട് കല്യാണ വീട്ടിൽ. ഞാനും അദ്ദേഹത്തെ വളരെ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷേ പിന്നെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആ ആദരിക്കപ്പെടുന്ന വ്യക്തിയെയും കൂട്ടി ചില ചെറുപ്പക്കാർ നേരെ അടുക്കളയിലേക്ക് പെണ്ണിനെ കാണാൻ പോവുകയാണ്. അവിടെയുള്ള സ്ത്രീകൾക്ക് കാണിക്കാൻ പോവുകയാണ്. ഇന്നാലില്ല, ഏത് അറബിയായാലും അനറബിയായാലും ഏത് മുസ്ലിയാരായാലും ഏത് തങ്ങളായാലും ഏത് നേതാവായാലും ഓ സുഹൃത്തുക്കളെ, അന്യ സ്ത്രീകളുടെ മുന്നിലേക്ക് കൂട്ടിപ്പോകല്ലേ, കാണിക്കാൻ നിൽക്കല്ലേ. ലിനബിലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾ ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നവരെന്ന് പരീക്ഷിക്കാനാണ് മരണവും ജീവിതവും അല്ലാഹു പടച്ചിട്ടുള്ളത്. അല്ലാഹു അത് പൊരുത്തപ്പെടുമോ? ബീവി സൗദ റളിയല്ലാഹു അൻഹ കക്കൂസിൽ പോകാതെ നിർവാഹമില്ലല്ലോ. അതിന് പോകുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിളി, അല്ല സൗദ നീ എങ്ങനെ പുറപ്പെട്ടു പോകുന്നത്? അപ്പോഴാണ് സൗദ ബീവി വീട്ടിലേക്ക് പോയി നബി തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് അപരാധിപ്പെട്ടപ്പോഴാണ് നബി തങ്ങളെ മറുപടി, നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. കക്കൂസിലേക്ക് പോകൽ ആവശ്യമല്ലേ, അതിന് വിരോധമില്ല. ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിൽ പോകാതെ കഴിയില്ലല്ലോ, അവിടെ പിന്നെ വിരോധം പറയുന്നില്ല. ഒരാശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ആവശ്യത്തിനല്ലേ വിരോധം പറയുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യമായ അറിവുകൾ പഠിക്കാൻ പോകുമ്പോൾ വിരോധം പറയുന്നില്ല. അങ്ങനെ തുടങ്ങി മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന രൂപമില്ലേ? മർഹൂം കീഴൻ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, കണാരണ്ടി ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, അവരൊക്കെ എത്ര വലിയ മഹാന്മാരായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആലിമീങ്ങളെയോ, അതുപോലെ തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, പാണക്കാട് പൂക്കോയ തങ്ങൾ തുടങ്ങി ഈ അടുത്ത് മരണപ്പെട്ടു പോയ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ വരെ ഒരുപാട് സയ്യിദന്മാരെ നമ്മൾ കണ്ടില്ലേ? അവരാരെങ്കിലും കൂട്ടി യുവതികളെ സമീപത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഏർപ്പാട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇസ്ലാമിന് മാറ്റമില്ലല്ലോ, ആ മഹാന്മാര് പഠിപ്പിച്ച ഇസ്ലാമിന് മാറ്റമില്ലല്ലോ. ഏതെങ്കിലും മതവിരോധികളോ മതത്തിൽ വിശ്വാസമില്ലാത്തവരോ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരുമ്പോ, ഓ മുസ്ലിം സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളും ആ വഴിക്ക് തിരിഞ്ഞുകൂടാ. അതേ, സ്വന്തം ഉമ്മ മരിച്ചാൽ മയ്യിത്തിന്റെ കൂടെ മകള് പോകാറുണ്ടോ? സ്വന്തം ബാപ്പ മരിച്ചാൽ മകള് പോകാറുണ്ടോ? അതേ, അവസാനത്തൊരു യാത്രയപ്പല്ലേ അത്? ഉമ്മാക്കും ബാപ്പാക്കും ഭർത്താവിനുമുള്ള യാത്രയപ്പ്, അവസാനത്തെ യാത്രയപ്പ്. അതിന് പോലും സ്ത്രീകളെ വിരോധിച്ച മതമല്ലേ ഇസ്ലാം? എന്തുകൊണ്ടാണ്? അത് സ്ത്രീകളെ നന്മയ്ക്ക് വേണ്ടിയാണ്, സ്ത്രീകളെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. ഒരിക്കലും തന്നെ സ്വർണം വെച്ചിട്ടുള്ള ജ്വല്ലറി, ആ ജ്വല്ലറിക്കൊരു വാച്ച്മേനെ നിർത്തുമ്പോ അതിൻ്റെ പൂട്ട് നല്ല പൂട്ടിടുമ്പോ അത് ആ സ്വർണത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ആ സ്വർണത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണത്. നല്ല പരിമളമുള്ള പുഷ്പങ്ങൾ ഒരു തോട്ടത്തിലുണ്ടാകുമ്പോ ആ തോട്ടത്തിന് മുള്ളുവേലി കെട്ടിയാൽ പുഷ്പത്തോടുള്ള വെറുപ്പല്ല, ആ പുഷ്പം സംരക്ഷിക്കാൻ വേണ്ടിയാണത്. നമ്മുടെ സ്ത്രീകളുടെ പാതിവൃത്യം സൂക്ഷിക്കാനാണത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ അടുത്തൊരു സ്ത്രീ എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ആ സ്ത്രീയുടെ സങ്കടം എന്താണെന്നറിയോ? അവള് പറയുകയാണ്, ഉസ്താദേ ദുആ ചെയ്യണം. എന്തേ? അവള് പറയുന്നു, എന്നെ ഒരാൾ ചതിച്ചു കളഞ്ഞു.
എന്നെ ഒരാൾ ചതിച്ചു കളഞ്ഞു. അത് പറയുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി, ഈ അടുത്ത് പത്രങ്ങളിൽ നിറഞ്ഞു നിന്നൊരു കേസുണ്ടായിരുന്നു. ഒരു ബിഷപ്പ് ചതിച്ചു കന്യാസ്ത്രീ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുകൾ ചതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഏതോ ഒരു പുരുഷൻ അതേ അവളെ തെറ്റായ രൂപത്തിൽ ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നതെന്ന് തോന്നി. ശേഷം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ്. അവൾ പറയുന്ന ഒരു അന്യപുരുഷൻ ഞാനുമായി ബന്ധപ്പെട്ടു പോയി. ബന്ധപ്പെട്ടതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഒരന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ ബന്ധപ്പെടലെങ്ങനെ? ബന്ധപ്പെടുന്നതിന് മുമ്പ് കുറേ ആമുഖങ്ങൾ നടന്നിട്ടില്ലേ? അതിലൊന്നല്ലേ നോട്ടം. ആ പെണ്ണിനെ അദ്ദേഹം കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒന്ന് തോന്നുമായിരുന്നോ? കാണാനുള്ള ചാൻസ് ഉണ്ടാക്കിയതല്ലേ കുഴപ്പമുണ്ടായത്. ഇപ്പോൾ കരയുകയാണ്. ഞാനത് പറയാം. അവിടെ നമ്മൾ ആലോചിക്കണം, നബിതങ്ങൾ വെറുതെ പറഞ്ഞതല്ല. അൽ ഐനാനി സിനാഹുമൻ നദറു, കണ്ണിൻ്റെ നോട്ടം വ്യഭിചാരമാണെന്ന് വെറുതെ പറഞ്ഞതല്ല. ഹബീബായ നബിതങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഒരു സ്ത്രീയും നരകത്തിൽ കിടക്കരുത്, ഒരു പുരുഷനും നരകത്തിൽ കിടക്കരുത്, എല്ലാവരും സ്വർഗത്തിൽ കാലകാലം സന്തോഷത്തിൽ ജീവിക്കണമെന്ന ചിന്തയിലല്ലേ അവിടുന്ന് നിർദ്ദേശം നൽകിയത്. ഓ സുഹൃത്തുക്കളെ, ആ സ്ത്രീ പറയുകയാണ്, അങ്ങനെ തെറ്റ് ചെയ്തു പോയി. ഞാൻ പറഞ്ഞു, അതിന് നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞ് തൗബ ചെയ്യണം, നന്നായി മനസ്സറിഞ്ഞ് തൗബ ചെയ്യണം, പൊട്ടിക്കരയണം, മനസ്സ് പൊട്ടണം. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയ ഖേദത്തിലാണ്. എന്നാൽ പിന്നീട് അവൾ പറയാണ്, പക്ഷേ എനിക്കിപ്പോൾ സുഖമില്ല. ഈ അസുഖം വന്നപ്പോൾ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഡോക്ടറെ കാണിച്ചിട്ടില്ല. കാണിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ചോദിച്ചു, എന്തേ കാണിക്കാതെ പിന്നെ എന്തിനു ടെസ്റ്റ് ചെയ്തു? അവൾ പറഞ്ഞു, ഉസ്താദേ, എയ്ഡ്സ് രോഗമുണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്തത്. എയ്ഡ്സ് രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അഥവാ എൻ്റെ ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ എയ്ഡ്സ് രോഗമുണ്ടെന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ, എനിക്ക് ഭർത്താവുണ്ട്, 4 മാസമായി ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ചെറിയ പിഞ്ചുമക്കളുണ്ട്. എൻ്റെ മക്കളെ വിഷയം എന്താണ്? എൻ്റെ ഭർത്താവിൻ്റെ കഥ എന്താണ്? എൻ്റെ ജീവിതം ഇനി എന്താണെന്ന് പറഞ്ഞ പെണ്ണ് പൊട്ടിക്കരയുകയാണ്. ചോദിക്കട്ടെ, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മറികടന്ന് ഓരോ അബദ്ധങ്ങളിലും തെറ്റുകളിലും പോയി ചാടി വീണിട്ട് പിന്നീട് എയ്ഡ്സിൻ്റെ ലക്ഷണം കണ്ട് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ ഉപദേശം നൽകി. പക്ഷേ ആ സ്ത്രീ പിന്നെയും ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. അവൾ എന്നോട് പറയുകയാണ്, ഞാൻ ഇപ്പോഴും ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചിട്ടില്ല, ഞാനിതെങ്ങനെ പറയും, എങ്ങനെ പറയാതിരിക്കും, ഞാനെങ്ങനെ ജീവിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നേരത്തെ നിങ്ങൾ ചെയ്ത തെറ്റൊരു കടുത്ത തെറ്റ്, വ്യഭിചാരം. രണ്ടാമത് നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റ് അതിനേക്കാൾ വലിയ തെറ്റാണ് കേട്ടോ. മരണവും ജീവിതവും അല്ലാഹു നിശ്ചയിച്ച സമയത്ത് അതങ്ങ് നടക്കും. ആരും ആത്മഹത്യക്കൊരുങ്ങണ്ട. ആത്മഹത്യ ചെയ്യുന്നത് കടുത്ത തെറ്റ്, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റാണ് കേട്ടോ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. സ്വർഗത്തിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാൻ പറഞ്ഞപ്പോ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാനില്ല, അല്ലാഹുവിന് ഒരു വിഷയത്തിലും തുല്യനെ സ്ഥാപിക്കാനില്ല, കൂറുകാരനുണ്ടെന്ന് വിശ്വസിക്കാനില്ല, അങ്ങനെയുള്ളവരാ സ്വർഗത്തിൽ. അതിൻ്റെ പുറമെ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അതേ, ഒരാളെ കൊല്ലുന്നവരല്ല,
ഭരണാധികാരികൾക്ക് ചിലപ്പോൾ കൊന്നവനെ കൊല്ലാൻ അധികാരമുണ്ടാകും, അത് അവകാശമാണ്. അതേ സമയത്ത് അതാ ഒരു വ്യക്തിക്കും ഇവിടെ കൊല നടപ്പാക്കാൻ അധികാരമില്ല. തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും വർഗീയതയിലേക്കും പോയി നമ്മുടെ ചെറുപ്പക്കാർ നരകം കൊള്ളരുത് കേട്ടോ. ഫത്ഹുൽ മുഈൻ ഒരുപാട് കാലം ദർസ് നടത്തിയില്ലേ നാദാപുരത്ത്? മഹാനായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ ദർസ് നടത്തിയില്ലേ? അതേ ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദർസ് നടത്തിയില്ലേ? കീഴന ഉസ്താദ് ദർസ് നടത്തിയില്ലേ? വലിയ വലിയ മഹാന്മാർ ആ ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ നിയമം മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ? ഒരു മനുഷ്യന്റെ സ്വന്തം ബാപ്പയെ കൊന്നാൽ പോലും മക്കൾക്ക് അതിന് പകരം കൊല്ലൻ പാടില്ല. മറിച്ച് കൊന്നവന്റെ പേരിൽ കോടതിയിൽ കേസ് കൊടുത്ത് കോടതിയിൽ തെളിയിച്ചിട്ട് കോടതി വിധിക്കണം, കോടതി അംഗീകരിക്കണം. അല്ലാതെ ആരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. തീവ്രവാദികൾ നിയമം കയ്യിലെടുക്കാനല്ലേ ജനങ്ങളോട് പറയുന്നത്. അത് ഒരു കർമ്മശാസ്ത്രത്തോടും യോജിക്കൂല, ഖുർആനിനോട് യോജിക്കൂല, ഹദീസിനോട് യോജിക്കൂല. അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനും തീവ്രവാദത്തിലേക്ക് പോകണ്ട. അതേ കൊല നടത്തുക, സ്വന്തം ശരീരത്തെ കൊന്നാലും അത് വലിയ തെറ്റാണ്. വലാ യസ്റൂൽ, വ്യഭിചരിക്കാത്തവർക്കുമാണ് സ്വർഗം റബ്ബ് നൽകുന്നത്. ഇത് പറഞ്ഞിട്ട് തെറ്റ് വന്നു പോയവരുണ്ടെങ്കിൽ നിരാശരാകാതിരിക്കാൻ അല്ലാഹു പറഞ്ഞതാണ്. അതേ ഇല്ലാമൻ ആമന ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. തെറ്റ് വന്നു പോയവർ അവർ അതാ വിശ്വസിക്കുകയും മനസ്സുകൊണ്ട് മടങ്ങുകയും ചെയ്ത് അല്ലാഹുവിനോട് മാപ്പ് പറഞ്ഞാൽ, സൽക്കർമ്മം ചെയ്താൽ, ദുഷ്കർമ്മം കൈയൊഴിച്ചാൽ അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവനാണ്. സൽക്കർമ്മങ്ങളായി അവരുടെ ജീവിതം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നവനാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് വന്നവർ നിരാശപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് തൗബയിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. ഞാൻ ആ സ്ത്രീയെ വീണ്ടും ഉപദേശിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ട ആവശ്യത്തിനല്ലാതെ അതേ ആവശ്യത്തിന് പോകുമ്പോൾ പോലും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മതവികാരം അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നബി തങ്ങൾ അതാ റഹ്മത്ത് കാണിക്കുന്നു, കാരുണ്യം കാണിക്കുന്നു. ആവശ്യത്തിന് വേണ്ടി മാത്രം സ്ത്രീകൾക്ക് പുറത്ത് പോകാം. ജേഷ്ഠത്തിക്ക് രോഗമായാൽ ചെന്ന് നോക്കണ്ടേ, അതേ ആങ്ങളക്ക് രോഗമായാൽ ചെന്ന് നോക്കണ്ടേ, ബാപ്പയും ഉമ്മയും സുഖമില്ലാതെ കിടക്കുമ്പോൾ ചെന്ന് നോക്കണ്ടേ? അല്ല, ചെന്ന് നോക്കിയാൽ പോരാ, ബാപ്പ ഉമ്മയെ പരിചരിക്കേണ്ടി വന്നാൽ പരിചരിക്കണ്ടേ? ഓ ചെറുപ്പക്കാരെ, ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്ത് കടക്കാൻ കഴിയൂലല്ലോ. ഹുമാ ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും നരകവും ബാപ്പയും ഉമ്മയുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിലെത്തൂല. അതുകൊണ്ട് നന്നായി പരിഗണിക്കണം ബാപ്പയെയും ഉമ്മയെയും. റഗിമ അൻഫുഹു റഗിമ അൻഫുഹു റഗിമ അൻഫുഹു, നിന്യനായി പോയി അവൻ, നിന്യനായി പോയി അവൻ, നിന്യനായി പോയി എന്നർത്ഥം വരുന്ന വാക്ക് നബി തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ആരാണെന്ന് ചോദിച്ചപ്പോൾ പ്രായമുള്ള ബാപ്പയുണ്ടായി, അല്ലെങ്കിൽ പ്രായമുള്ള ഉമ്മയുണ്ടായി. എന്നിട്ട് ആ ബാപ്പ ഉമ്മയെ പരിചരിച്ചുകൊണ്ട് അവന് സ്വർഗത്തിൽ കടന്നില്ല. അഥവാ സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും വലിയ ചാൻസ് ആണ് ബാപ്പ ഉമ്മക്കുള്ള ഖിദ്മത്ത്. ഈ അടുത്ത് ഞാനൊരു ക്ലിപ്പ് കേട്ടു. ഒരമ്മ മക്കളെ മുമ്പിൽ ലേലത്തിന് നിന്നിരിക്കുന്നു. എന്താണ് ലേലം? അമ്മ നല്ല പണക്കാരിയാണ്, മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരും വലിയ ധനാഢ്യന്മാരുമാണ്. പക്ഷെ അമ്മേനെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് ആ അമ്മ മക്കളെ മുമ്പിൽ ലേലത്തിന് നിന്നു. എന്നെ നോക്കുന്നവർക്ക് ഞാൻ എന്താ തരേണ്ടത്? എല്ലാവർക്കും വേണ്ട ഇപ്പം പൈസ ആണല്ലോ, വേണ്ട എന്താ തരേണ്ടത്? മക്കളെ മുമ്പിൽ ലേലത്തിന് നിന്നു. ഏറ്റവും ഇളയ മകൻ 10 ലക്ഷം ഉറുപ്പ്യക്ക് അമ്മേനെ ലേലത്തിനെടുത്തു. 10 ലക്ഷം ഉറുപ്പ്യ എന്നാ അമ്മേനെ നോക്കിക്കോളാറ്.
എന്നിട്ട് വനിതാ കമ്മീഷൻ അതിൽ ഇടപെട്ടതായി ഒരു ക്ലിപ്പ് എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നു. വനിതാ കമ്മീഷൻ തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവെന്താ മോനെ നോക്കിയാൽ, ജ്യേഷ്ഠനിക്ക് എന്താ നോക്കിയാൽ, അനുജനിക്ക് എന്താ നോക്കിയാൽ, പെങ്ങൾക്ക് എന്താ നോക്കിയാൽ, ഇങ്ങനെയൊക്കെയാ ഓരോരുത്തരുടെ ചിന്ത. അള്ളാഹുവേ, എനിക്ക് സ്വർഗത്ത് കിടക്കാനുള്ള ചാൻസ് കിട്ടിയതാണ്. ബാപ്പാനെ നോക്കല്, ഉമ്മാനെ നോക്കല്, അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, എനിക്ക് സ്വർഗത്ത് കിടക്കാനുള്ള ചാൻസാണ് എന്ന് ചിന്തിക്കുന്നില്ല. കാരണം മരണത്തെക്കുറിച്ച് ബോധമില്ല, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ബോധമില്ല. പിന്നെയും ഈ താഴ്ന്ന ദുനിയാവിലാണ് ചിന്ത. പൈസ കിട്ടിയ ഉമ്മാനെ നോക്കാനാ, പൈസ നോക്കിയ അമ്മനെ നോക്കാനാ. എന്തേ ഇങ്ങനെ ആയിപ്പോയത് മനുഷ്യന്മാര്? മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, ആത്മീയ ചിന്തയില്ല, ഭൗതികതയിൽ മതിമറന്നുപോയി. സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പൊ നിങ്ങൾ ആവശ്യത്തിനല്ലാതെ പുറപ്പെടരുത്. നിങ്ങളോത് ഏത് പാർട്ടി പറഞ്ഞാലും, ഏത് നേതാവ് പ്രസ്താവന ഇറക്കിയാലും നിങ്ങൾ റോട്ടുമ്മൽ പോയി നിന്ന് ചിത്രത്തിന്റെ മുന്നിൽ നിൽക്കണ്ട, നിങ്ങൾ സ്വീകരണത്തിന് പോകണ്ട, നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യേണ്ട. ഏത് നേതാവ് പറഞ്ഞാലും അല്ലാഹുവിൻ്റെ റസൂലിനേക്കാൾ വലിയ നേതാവില്ല കേട്ടോ, അതിനേക്കാൾ വലിയ മഹാനില്ല കേട്ടോ. ആ നബിതങ്ങൾ വന്നത് സ്വർഗത്തിലേക്ക് നയിക്കാനാണ്. അവിടുന്ന് പറഞ്ഞത് അൽമർഅതു ഔറത്തുൻ, സ്ത്രീ പൂർണ്ണമായി മറഞ്ഞു നിൽക്കേണ്ടവളാണ്. ഇദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ, അവൾ പുറത്തേക്ക് പുറപ്പെട്ടു വന്നാൽ, ആവശ്യമില്ലാതെ പുറപ്പെട്ടാൽ അവളെ ശൈത്താൻ വെളിക്ക് കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞ നേതാവിനെ മറികടക്കുന്ന വേറെ നേതാവില്ല. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ ആജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ أبدا على حبيبك خير الخلق كلهم. അവിടുത്തെ കാരുണ്യം വേറെ പോലെ വേറെ കാരുണ്യമില്ല. എല്ലാ ആണിനോടും പെണ്ണിനോടും അല്ലാത്ത കാരുണ്യം, എല്ലാ സൃഷ്ടികളോടും കാരുണ്യം, അതല്ലേ സുഹൃത്തുക്കളെ? അതാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുപോലെ സെയ്ദ് ഇബ്നു അർഖം തങ്ങൾ പറയുന്നു, അത്തരം സഹാബത്ത് വിവരിക്കുന്നു, നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു അഅറാബി, ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഒരു മാനിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നു. ആ മാൻ റസൂലുള്ളാഹിനെ കണ്ടപ്പോ വിളിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ഹാദൽ അഅറാബിയ ഇസ്താദനി. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഗ്രാമീണനായ മനുഷ്യൻ എന്നെ വേട്ടയാടിയിട്ട് പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നു. എൻ്റെ അകടിൽ ഇതാ പാല് നിറഞ്ഞിരിക്കുന്നു. എനിക്ക് 2 കുട്ടികളുണ്ട്. മുല കൊടുക്കാൻ ഇദ്ദേഹം എന്നെ ഒന്ന് അറുത്തിട്ട് എന്നെ റാഹത്താക്കി വിടുന്നില്ല, അറുത്ത് എൻ്റെ പ്രയാസം തീർക്കുന്നില്ല. അതേ സമയത്ത് എന്നെ അഴിച്ച് വിടുന്നുമില്ല. പാല് നിറഞ്ഞു കിടക്കുന്നു ഞാൻ. റഹ്മത്തുൽ ആലമീൻ നബി തങ്ങൾ ചോദിക്കുന്നു മാനിനോട് ചോദിക്കുന്നു, നിന്നെ ഞാൻ അഴിച്ചു വിട്ടാൽ നീ തിരിച്ചു വരുമോ? മാന് പറയുന്നു, നഅം, ഞാൻ തിരിച്ചു വരും നബിയേ. വഇല്ല, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ യുഅദ്ദിബുനില്ലാഹു അദാബൻ നസ്സാർ, ചുങ്കം വാങ്ങുന്ന ഭരണാധികാരിയെ ശിക്ഷിക്കുന്ന ശിക്ഷ അല്ലാഹു എന്നെ ശിക്ഷിച്ചോട്ടെ. ശിക്ഷിക്കൂലേ? തങ്ങളോട് വാക്ക് പാലിക്കാതിരിക്കുമോ? ആ മാനിനെ നബി തങ്ങൾ അഴിച്ചങ്ങ് വിട്ടു. ആ മാന് പോയി കുറഞ്ഞ സമയം കൊണ്ട് തിരിച്ചു വരുന്നു. സഹാബത്ത് പറയുന്നു, ആ മാന് വരുമ്പോ അതിന്റെ നാവ് കൊണ്ട് ചുണ്ട് തുടക്കുന്നുണ്ട്. അങ്ങനെ ചുണ്ട് നാവ് കൊണ്ട് തുടച്ചുകൊണ്ടാ വരുന്നത്. വന്നപ്പോൾ അതാ അഅറാബി ഒരു തോൽപാത്രവും കയ്യിൽ പിടിച്ച് ആ മാനിനെ കെട്ടിയ ആളും വരുന്നു. വന്നപ്പോൾ നബി തങ്ങളെ ചോദ്യം, തബീഉനി, നീ ആ മാനിനെ എനിക്ക് വിൽക്കുമോ? അദ്ദേഹത്തിന്റെ മറുപടി, ഹുവലക യാ റസൂലല്ലാഹ്, അത് തങ്ങൾക്ക് തന്നു കഴിഞ്ഞു നബിയേ, അത് തങ്ങൾക്ക് തന്നു കഴിഞ്ഞു നബിയേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ആ മാനിനെ അഴിച്ചങ്ങ് വിട്ടു. ആ മാനിനെ കുറിച്ച് സഹാബത്ത് പറയുന്നു, പിന്നീട് ഞാൻ ആ മാനിനെ കണ്ടു, മരുഭൂമിയിലൂടെ ആ മാന് തുള്ളിച്ചാടിപ്പോകുന്നു. ആ മാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് മക്കളെ, വസ്തജാറക് യാ ഹബീബി ഇൻദകൽബിയുന്നഫുറൂബ്. ഓടിച്ചാടി പോകുന്ന മാന് തങ്ങളോട് കാവല് ചോദിച്ചില്ലേ, അഭയം തേടിയില്ലേ? വസ്തജാറക് യാ ഹബീബി ഇൻദകൽബി. ആ മാന് തങ്ങളോട് അഭയം ചോദിച്ചില്ലേ, അഭയം കിട്ടിയില്ലേ? അങ്ങനെയുള്ള നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറികടക്കുന്ന ഒരു നേതാക്കളും ഇല്ല മുസ്ലിം സ്ത്രീകൾക്ക്. അവർ അച്ചടക്കത്തോടെ ജീവിക്കണം. ഒന്നുകൂടി പറയട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് ശരിയായ നിസ്കാരമാകണമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മുടി പോലും പുറത്ത് കാണരുത്, ഒരു മുടി പോലും പുറത്ത് കാണരുത്. നിങ്ങളുടെ തലമുടി ഒരു മുടിയെങ്കിലും പുറത്ത് കണ്ടാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലായി പോകും. അതേപോലെ അതിനനുസരിച്ച് മക്കന ധരിക്കണം. അതേപോലെ തവാഫ് ചെയ്യുമ്പോഴും ഒരു മുടി പോലും പുറത്ത് കാണരുത്, നിങ്ങളുടെ നിസ്കാരം ബാത്തിലായി പോകും. നിസ്കാര സമയത്തും തവാഫിൻ്റെ സമയത്തും നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ അനുവദിക്കപ്പെട്ട സ്ഥലം മുഖവും മുൻകൈയും മാത്രമാണ്. ആ മുഖം മക്കന ഇട്ടാലും ചിലപ്പോൾ ഈ തലക്കുള്ള മുടി പുറത്തു വന്നു, നെറ്റിയുടെ നേരെ മേലെയുള്ള മുടി പുറത്തു വന്നു എന്ന് വരും. അതുകൊണ്ട് കുറച്ച് ഇറക്കി വെക്കണം മക്കന. അങ്ങനെ ധരിക്കുമ്പോൾ ചിലപ്പോൾ താടിയുടെ ഭാഗത്ത് നിന്ന് കയറിപ്പോകും. അങ്ങനെ വന്നാലും നിങ്ങൾക്ക് അപകടം വരും. ആ അഭിമുഖമായി നിൽക്കുന്ന ഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെയും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ 2 മക്കന ഇട്ടിട്ടെങ്കിലും അത് പരിഹരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. അയ്യുക്കും അഹ്സനു അമല, ചെയ്യുന്ന പ്രവർത്തനം നല്ല നിലക്ക് ചെയ്യണം, ഇഖ്ലാസോടെ ചെയ്യണം. അതോടുകൂടി ശർത്തും ഫർളും ഒപ്പിച്ച് ചെയ്യണം. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പോരാ. അല്ലാഹു തആല മരണം വെച്ചത് നിങ്ങളെ പ്രവർത്തനം നന്നാക്കുന്നത് ആര് എന്നത് പരിശോധിക്കാനാണ്. ജീവിതവും മരണവും അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ജീവിതം അനുഗ്രഹമാണ്, അത് മരണത്തിന് വേണ്ടിയുള്ള സമ്പാദ്യത്തിനുള്ള സ്ഥലമാണ്. ആ ബോധത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. ഞാൻ ഇന്നലെ ഒരു ചരിത്രം, ഇന്നലെയും മെനിഞ്ഞാന്നും 2 ദിവസം പറഞ്ഞ് ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു തീർത്തുകൊണ്ട് ഇന്നത്തെ വഅദ് നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെയും നമുക്ക് സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലുഹു അവനെ സ്നേഹിച്ചു, അവന് വഴിപ്പെട്ടു, അവനെ അംഗീകരിച്ചു, അവനെ വിധേയപ്പെട്ടും ജീവിക്കുക. അതാണ് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. എപ്പോഴും ദുനിയാവല്ല ചിന്തിക്കേണ്ടത്. ദുനിയാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കുക. മൻ ഹഫിളല്ലാഹ ഫീ സിബാ, അവന്റെ കുട്ടിക്കാലത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചൊരാൾ ജീവിച്ചാൽ, വഖുവതിഹി, ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, ഹഫിളഹുല്ലാഹു ഫീ ഹാലി കിബരിഹി, അവന് പ്രായമുള്ള സമയത്ത് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കും. ചെറുപ്പത്തിൽ തുള്ളിച്ചാടി എന്ത് തോന്നിവാസവും ചെയ്ത് ജീവിച്ചാൽ പ്രായമുള്ള സമയത്ത് നിനക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കൂല. നീ ചിലപ്പോൾ ക്യാൻസർ രോഗിയാകും, അല്ലെങ്കിൽ കിഡ്നി രോഗിയാകും, അല്ലെങ്കിൽ വേറെ രോഗിയാകും. നിന്റെ അഹങ്കാരത്തിൽ അല്ലാഹു തആല ചിലപ്പോൾ നീ മൂമിനാണെങ്കിൽ തന്നെ പാഠം പഠിപ്പിക്കും. ആഖിറത്തിലേക്ക് വെക്കാതെ ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ നിന്നെ ശുദ്ധീകരിക്കാനായിരിക്കാം വലിയ രോഗങ്ങൾ തന്നേക്കും. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ചെറുപ്പത്തിൽ ജീവിച്ചാൽ, നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, നബി തങ്ങൾ പറയാണ് ഹഫിളഹുല്ലാഹു ഫീ ഹാലി കിബരിഹി, അവന്റെ പ്രായമുള്ള സമയത്ത് അവനെ അല്ലാഹു തആല സംരക്ഷിക്കും. വളഅഫിഹി, അവന്റെ ദൗർബല്യമുണ്ടാകുന്ന സമയത്ത്, ദുർബലമാകുന്ന സമയത്ത് അല്ലാഹു തആല സൂക്ഷിക്കും. വതഅഹു ബിസംഇഹി, അവന്റെ കേൾവി കൊണ്ട് അല്ലാഹു തആല അവനെ സുഖിപ്പിക്കും. വബസരിഹി, അവന്റെ കാഴ്ച കൊണ്ട് സുഖിപ്പിക്കും. വഹൗലിഹി വഖുവതിഹി, അല്ലാഹു തആല കൊടുക്കുന്ന കേൾവി, അല്ലാഹു കൊടുക്കുന്ന കാഴ്ച, അല്ലാഹു കൊടുക്കുന്ന കഴിവ്, അങ്ങനെ അല്ലാഹു തആല അവനെ സുഖിപ്പിക്കും. ഇതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. പണ്ഡിതന്മാരിൽ ഒരാളോട് ചോദിച്ചു, 100 വയസ്സായല്ലോ, നിങ്ങൾ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ അങ്ങനെ പോവാണല്ലോ, നല്ല ബുദ്ധിയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ ഒരൊറ്റ ചാട്ടം കണ്ട് ചാടിയിട്ട് ആരോഗ്യം തെളിയിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ജവാരിഹു, ഇതുണ്ടല്ലോ ഞാനിപ്പോൾ, ഹാദിഹി ജവാരിഹു,
എൻ്റെ ഈ അവയവങ്ങൾ ഹഫിദ്നാഹാ അനിൽ മആസി ഫിസ്സിഗരി, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ തെറ്റുകളിൽ നിന്ന് സംരക്ഷിച്ച് തെറ്റുകളിൽ ചെലവഴിക്കാതെ കൊണ്ടുവന്ന അവയവങ്ങളാണ്. ഫഹഫിളഹല്ലാഹു അലൈനാ, അതുകൊണ്ട് നമ്മളുടെ മേൽ ഫിൽ കിബരി, പ്രായമുള്ള സമയത്തും അല്ലാഹു തആല ആരോഗ്യം സംരക്ഷിച്ച് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് യുവത്വത്തിൽ എന്തും ചെയ്യാമെന്ന് തോന്നരുത്, യുവത്വത്തിൽ എന്തും ചെയ്യാമെന്ന് തോന്നരുത്. അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്ത്രീ അല്ലാഹു തആല ആ സ്ത്രീക്കും നമുക്കും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. പിന്നീട് ചിന്തിക്കുന്നതിന് പകരം ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കണം. തെറ്റുകളിൽ പോയി ചാടിയിട്ടല്ല ചിന്തിക്കേണ്ടത്. അല്ലാഹുവിൻ്റെ അധികാരം, ആ അധികാരത്തെക്കുറിച്ച്, അതാണ് ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം അല്ലാഹുവിന് മാത്രമാണ്, അവന് തന്നെയാണ് ആധിപത്യം. ആ ആധിപത്യമുള്ള അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അത് തന്നെയാണ് ഭാഗ്യം കേട്ടോ. ഹാറൂൺ റഷീദ് രാജാവിൻ്റെ 16 വയസ്സുള്ള മകൻ, നമ്മൾ ആ ചരിത്രം ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞു. ആ 16 വയസ്സുള്ള മകൻ ദുന്യാവിനെ പൂജിക്കുന്നതിന് പകരം, ദുന്യാവിലെ സ്ഥാനമാനം ചിന്തിക്കുന്നതിന് പകരം അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് മുസ്ഹഫുമെടുത്ത് ഇറങ്ങിയ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം അതേ മോതിരവും മുസ്ഹഫും ബാപ്പക്ക് തിരിച്ചു കൊടുത്ത് ബാപ്പാനോട് ആഖിറം ചിന്തിക്കാൻ അതാ ഉണർത്തണമെന്ന് വസിയ്യത്ത് പറഞ്ഞു കൊടുത്ത അബൂ ആമിറിനിൽ ബസരി, ഭരണാധികാരിയായ ഹാറൂൺ റഷീദ് രാജാവ് പോകുന്ന സ്ഥലത്ത്, ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്നിട്ട് അതാ രാജാവിൻ്റെ ആ യാത്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നു. 1000ഓളം കുതിരകളുള്ളൊരു സൈന്യം മുന്നിലങ്ങ് പോയി. പിന്നീട് അതാ ഓരോ ബാച്ചുകളായിട്ടാണ് സൈന്യം നീങ്ങുന്നത്. അടുത്ത ബാച്ചിലും 1000 കുതിരകളുണ്ട്, അതേ പട്ടാളമുണ്ട്. അങ്ങനെ 10ഓളം പട്ടാള വ്യൂഹങ്ങൾ രാജാവിൻ്റെ മുന്നിലങ്ങ് നീങ്ങി. അതിൻ്റെ പിന്നിൽ രാജാവിങ് വരുമ്പോൾ വല്ലാത്ത യാത്രയാണ്, രാജാവിൻ്റെ പ്രൗഢമായ യാത്ര. ആ യാത്ര ഇങ്ങനെ കണ്ടു നിൽക്കുന്ന അബൂ ആമിനിൽ ബസരി ഉയരമുള്ള സ്ഥലത്ത് നിന്ന് രാജാവ് അടുത്തിങ്ങെത്തിയപ്പോൾ ഒരൊറ്റ വിളിയാണ്, ബിഖറാബതിക മിൻ റസൂലില്ലാഹി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബ ബന്ധമല്ലേ നിങ്ങൾക്ക്? അത് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നേതാവായവരെ, ഇല്ലാ മാ വഖഫ്തലി ഖലീലാ, ഒരു കുറഞ്ഞ സമയം എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കണേ. രാജാവ് യാത്രക്കിടയിൽ ഒന്ന് അവിടെ സ്റ്റോപ്പാക്കി. ഞാൻ പറഞ്ഞു, ഹാദാ മാ, അതേ യാ അമീറൽ മുഅ്മിനീൻ, മഈ വദിയത്തുൻ മിൻ ഗുലാമിൻ ഗരീബ്, പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് തരാൻ ഒരു സൂക്ഷിപ്പ് തന്നിട്ടുണ്ട്, അനാമത്ത് തന്നിട്ടുണ്ട്, അമാനത്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് സ്വീകരിക്കണേ പറഞ്ഞുകൊണ്ട് മുസ്ഹഫും മോതിരവും ഞാനങ്ങ് കൈമാറിയപ്പോ, എന്നിട്ട് എന്നോട് വസിയ്യത്ത് ചെയ്ത ചെറുപ്പക്കാരൻ്റെ വസിയ്യത്തും പറഞ്ഞപ്പോ തല താഴ്ത്തിയിരുന്നിട്ട് രാജാവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. ഉടനെ തന്നെ കൂടെയുള്ള വാച്ച്മാൻമാരിൽ നിന്നൊരാളെ വിളിച്ചിട്ട് പറയുന്നു, ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് അവിടെ ഇരുത്തണേ, ഇയാളോട് ചിലതൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്, നിങ്ങളവിടെ തന്നെ നിൽക്കൂ, ഞാൻ നിങ്ങളെ വിളിക്കാം. വദീഅത്ത് വെച്ച സാധനവും തിരിച്ചു തന്ന് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നീട് അതാ സമയം കഴിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോ അതാ കർട്ടൻ പൊക്കിയിട്ട് രാജാവിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വാച്ച്മാനോട് എന്നെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. എന്നെ വിളിക്കാൻ വേണ്ടി അദ്ദേഹം വന്നു. പക്ഷേ വാച്ച്മാനോടൊരു കാര്യം പറഞ്ഞു, ആ മനുഷ്യനെ വിളിക്കൂ, അയാൾ എൻ്റെ ദുഃഖം വീണ്ടും തട്ടിയുണർത്തും, എന്നാലും വിളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ വന്ന് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, രാജാവ് വലിയ ദുഃഖിതനാണ്,
അതുകൊണ്ട് 10 വചനം പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ 5 ചുരുക്കണേ. 10 വചനം പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ 5 ചുരുക്കണേ. കൂടുതൽ നീട്ടിപ്പറയല്ലേ. ഞാൻ പറഞ്ഞു അതെ അങ്ങനെ തന്നെ ചെയ്യാം. ഞാൻ ചെന്ന് നോക്കുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആരുമില്ല. എന്നെ കണ്ടപ്പോൾ അടുത്തേക്ക് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു, അത്തഅരിഫു വലദീ, എൻ്റെ മോനെ അറിയാമോ? ഞാൻ പറഞ്ഞു അറിയാം. എന്താണ് പണി? പണി കല്ലിൻ്റെയും മണ്ണിൻ്റെയും പണിയായിരുന്നു. അല്ല നീ അവനെ കൊണ്ട് പണിയെടുപ്പിച്ചോ? ഞാൻ പറഞ്ഞു അതേ പണിയെടുപ്പിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധമുള്ള കുട്ടിയാണെന്ന് നിനക്കറിയില്ലേ? നീ മണ്ണിന്റെ പണിയെടുപ്പിച്ചോ? ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല, എനിക്കത് മനസ്സിലായത് മരിക്കാൻ നോക്കുമ്പോഴാണ്. എന്നാൽ അതിനു മുമ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളാണോ കുളിപ്പിച്ചത്? അതെ ഞാനാ കുളിപ്പിച്ചത്, ഞാനാ നിസ്കരിച്ചത്. എന്നാൽ നിങ്ങളെ കൈയൊന്ന് കൊണ്ടുവാ. ആ കൈ വാങ്ങിയിട്ട് രാജാവ് നെഞ്ഞിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് രാജാവ് അതാ എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്യം ചൊല്ലി, യാ ഗരീബൻ അലൈഹി ഖൽബി യദൂബു വലി ഐനി അലൈഹി ദംഉൻ സകൂബു. അതേ എൻ്റെ മനസ്സുരുകുന്ന ആ ഗരീബായ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് അതാ ബസറയിലേക്ക് 4-6 വരി പദ്യം ചൊല്ലിയിട്ട് ഞാൻ ചുരുക്കുകയാണ്. ബസറയിലേക്ക് യാത്രക്കൊരുങ്ങി. ഞാനും കൂടെയുണ്ട്. ബസറയിൽ കുട്ടിയെ മറവ് ചെയ്യപ്പെട്ട മഖബറയുടെ സമീപത്തെത്തിയപ്പോ രാജാവ് ബോധരഹിതനായി അങ്ങ് വീണു. അവിടുന്ന് ബോധം തെളിഞ്ഞപ്പോൾ രാജാവ് വീണ്ടും ചൊല്ലുകയാണ്, യാ ഗായിബൻ ലാ യഊബു മിൻ സഫരിഹി അജലഹു മൗതുഹു അലാ സിഗരിഹി. അല്ലാഹ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ചൊല്ലുകയാണ്, യാത്രയിൽ മടങ്ങി വരാതെ അതാ മറഞ്ഞുപോയ കുട്ടി, മരണം കുട്ടിക്കാലത്ത് തന്നെ വന്ന മോനെ. യാ ഖുർറത്തൽ ലൈനി കുന്ത ലി അൻസാ ഫീ തൂലി ലൈലി നഅം വഫീ ഖസ്രിഹി. അങ്ങനെ ചൊല്ലിയിട്ട് അതാ അവസാനമായി പറയുകയാണ്, ലോകത്താരുണ്ടോ അവരെല്ലാം ഈ മരണം രുചി നോക്കേണ്ടതുണ്ടല്ലോ. അതിലെല്ലാ രാജാക്കന്മാരും പ്രജകളും ഒരുപോലെയല്ലേ, നാട്ടുകാരും അതേ മലഞ്ചെരുവിലുള്ളവരും ഒരുപോലെയല്ലേ. ഫൽഹംദുലില്ലാഹി ലാ ശരീക ലഹു, കൂറുകാരനില്ലാത്ത അല്ലാഹുവിന് സർവസ്തുതിയും. ഖദ് കാന ഹദൽ ഖദാഉ മിൻ ഖദരിഹി, അല്ലാഹുവിന്റെ ഖദറല്ലേ ഈ തീരുമാനം, പൊരുത്തപ്പെടുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. അബൂ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അന്ന് രാത്രിയിൽ പോയി കിടന്നു. എൻ്റെ വിരുദുകളും എൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞു ഞാൻ കിടന്നു. അപ്പോൾ ഞാനതാ എൻ്റെ കിടത്തത്തിൽ കാണുകയാണ് ഒരു നല്ല ഖുബ, പ്രകാശത്തിൻ്റെ ഖുബയാണ്. ആ ഖുബയുടെ മേലെ ഒരു കാർമേഘം പോലെ ഒരു പ്രകാശമുണ്ട്. അതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിയെ ഞാൻ കാണുന്നു. ആ കുട്ടി എന്നെ വിളിക്കുന്നു, യാ അബൂ ആമിർ, അബൂ ആമിറേ ജസാക്കല്ലാഹു അന്നി ഖൈറാ, നിങ്ങൾക്കല്ല പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല കുട്ടി നീ എന്താ നിങ്ങളെന്താ ആയത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇലാ റബ്ബിൻ കരീമിൻ റാദിൻ ഗൈരി ഗദ്ബാൻ, എന്നെ തൃപ്തിപ്പെട്ട, എന്നെ പൊരുത്തപ്പെട്ട, എന്നോട് കോപിക്കാത്ത റബ്ബിലേക്കാണ് ഞാൻ എത്തിയത്. അതാനി മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത സന്തോഷം, വലാ ഉദ്നുൻ സമഅത്, ഒരു കാതും കേൾക്കാത്ത സന്തോഷം, വലാ ഖതറ അലാ
ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഉദിക്കാത്ത സന്തോഷം എനിക്ക് റബ്ബ് തന്നു എന്ന് മാത്രമല്ല വഅലാ അലാ നഫ്സിഹി, അവനതാ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതേ ലം യഖ്റുജ് അബ്ദും മിനദ് ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് ഒരടിമയും പുറപ്പെടില്ല. മിസ്ല ഖുറൂജി, ഞാൻ പുറപ്പെട്ടതുപോലെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ലയിച്ചു പോകാതെ, ദുനിയാവിന്റെ ബഹളത്തിൽ പെട്ടുപോകാതെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചാരി ദുനിയാവിൽ നിറങ്ങുന്നുണ്ടോ, ഇല്ലാ അക്രമഹു മിസ്ല കറാമതി, എനിക്ക് റബ്ബ് തന്ന അതേ ബഹുമാനം അവർക്കും കൊടുക്കുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഉറക്കം തെളിഞ്ഞു സന്തോഷത്തോടെ, എനിക്ക് വലിയ സന്തോഷമായി പോയി. അബൂ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം യാഫി ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നു, അല്ലാഹുവിലേക്ക് സർവ്വ ആദിത്യവുമുള്ള അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അതിനാണ് സൂറത്തു തബാറക റബ്ബ് ഇറക്കിയിട്ടുള്ളത്. ആ തബാറക സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നിന്നിലേക്ക് തിരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ, അനാവശ്യ ചിന്തകളില്ലാതെ, എത്ര വലിയ തമ്മാടിയോ തോന്നിവാസിയോ കല്ലെറിഞ്ഞവനോ ചീത്ത പറഞ്ഞവനോ ആണെങ്കിലും അവരൊക്കെ നിന്റെ സൃഷ്ടികൾ, അവരോടൊക്കെ കാരുണ്യം കാണിച്ച് അവരെയും കൂടി സന്മാർഗത്തിലേക്ക് എത്തിക്കണമെന്നും ഞങ്ങൾക്ക് സന്മാർഗത്തിലായി മരിക്കണമെന്നുമുള്ള ചിന്തയിൽ ഞങ്ങളെ നീ നിയന്ത്രിക്കണേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റ് 3 സ്വലാത്തുകളുടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.